കഴിഞ്ഞൊരാഴ്ച കാലം കർത്താവ് ജയോത്സവമായി ഞങ്ങളെ നടത്തി. പല വഴികളിലും പല സാഹചര്യങ്ങളിലും കർത്താവ് ഞങ്ങൾ കടന്നുപോയപ്പോഴും വിശ്വസ്തനാകുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഇന്ന് പകൽ നേരം വീണ്ടും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളെ അതിശയകരമായ വഴികളിലൂടെ നടത്തി ദൈവമഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങളുടെ മേൽ പ്രസാദിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്ന് പകൽ നേരം ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കണം, ബലപ്പെടുത്തണമേ. ഞങ്ങൾക്ക് വേണ്ട ആത്മീക ആഹാരം നൽകി ഞങ്ങളെ പോഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന് കർത്താവെ, ദൈവരാജ്യത്തിലേക്ക് ദൈവരാജ്യത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമാറ് ഞങ്ങളെ കർത്താവെ പ്രാപ്തമാകുന്ന നിലകളിൽ കർത്താവെ പണിതെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ നാളുകളിൽ ഞങ്ങളുടെ മേൽ കർത്താവ് നിയമിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ, ദൈവപ്രവർത്തികളെല്ലാം നിർവടിയായി ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധ പിതാവെ സഹായിക്കണമേ കർത്താവെ. ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗത്തിലും ഭാരത്തിലും ക്ഷീണത്തിലും പ്രതിസന്ധിയിലും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അവരുടെ ശരീരത്തിലെ പ്രയാസങ്ങൾ, രോഗങ്ങൾ, വെല്ലുവിളികളുടെ മേൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽവേളയിൽ അവരുടെ ശരീരത്തിൽ നിന്ന് രോഗത്തിന്റെ പോരുകൾ മാറുവാൻ യേശു ക്രിസ്തു നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ആഭിചാരത്തിന്റെ പോരുകളും പോരാട്ടങ്ങള് ശരീരത്തിന് മേൽ വ്യാപരിക്കുന്ന എല്ലാ ഇരുട്ടിന്റെ ശക്തികളെല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തകർന്നു മാറുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവ്. ഇന്ന് പകൽ നേരം ഞങ്ങൾ ഓരോരുത്തരെ ബലപ്പെടുത്തണമേ, സജ്ജീകരിക്കണമേ. കർത്താവിന്റെ കൃപയിൽ പൊതിഞ്ഞു സൂക്ഷിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം തന്നെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ അടുത്ത് വരുവാൻ കർത്താവ് നമുക്ക് സഹായിച്ചുവല്ലോ. നമുക്ക് വേഗം നമ്മുടെ ചിന്തകളെ സ്തോത്രം ചില വചനഭാഗങ്ങളിലേക്ക് നമുക്ക് തിരിക്കുവാൻ ഇടയാകട്ടെ. സ്തോത്രം. ഈ ദിവസങ്ങളിലെല്ലാം ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുവാൻ സ്വർഗം സഹായിച്ചു. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്തോത്രം. നമ്മൾ ഓരോ ദിനവും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിച്ച് നാം കർത്താവിന്റെ പദ്ധതിയിലേക്ക് അടുത്തു വരുവാനാണ് കർത്താവ് നമ്മളെ ഓരോ പ്രൊജക്റ്റുകൾ സ്വർഗത്തിൽ ദൈവം നമുക്ക് നൽകുന്നത്. ആമേൻ. നമ്മൾ ഓരോരുത്തരെ കുറിച്ച് കർത്താവിന് വലിയൊരു പദ്ധതികളുണ്ട്. ആ പദ്ധതിയിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മെ ക്രമേണ നമ്മളെ കർത്താവ് കരം പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ നേരം നമ്മൾ ചില ചിന്തകൾക്കായിട്ട് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം അതിന്റെ 14-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. ആമേൻ. സഭയുടെ ആത്മീക വർധനയ്ക്കായി സഫലന്മാർ ആകുവാൻ ശ്രമിക്കുകയും. ആമേൻ. സ്തോത്രം. അവണ്ണം നിങ്ങളും ആത്മവരങ്ങളെ കുറിച്ച് വാഞ്ചയുള്ളവരാകയാൽ സഭയുടെ ആത്മീക വർധനയ്ക്കായി സഫലന്മാർ ആകുവാൻ ശ്രമിക്കുവിൻ. ആമേൻ. പുതിയ നിയമസഭ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ തകർക്കപ്പെട്ട് തന്റെ ചങ്കിൽ അവസാനമുള്ള രക്തം വരെയും ഊറ്റിത്തന്ന കുഞ്ഞാന്റെ രക്തത്താൽ സ്തോത്രം ദൈവസഭ പാപവഴികളിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുവാൻ തക്കവണ്ണം പാപത്തിന്റെ പ്രായശ്ചിത്തമാകുന്ന മരണശിക്ഷ പുത്രനാകുന്ന യേശു ക്രിസ്തു വഹിച്ചുകൊണ്ട് ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം നിത്യജീവനും വീണ്ടും ജനനവും നൽകുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നാം വീണ്ടും ജനിക്കുവാൻ ഇടയായി തീർന്നു. ആമേൻ. അതിൽ വീണ്ടും ജനിച്ച് കർത്താവിന്റെ കൃപയിലേക്ക് വന്ന പ്രിയപ്പെട്ടവരെല്ലാം വിശുദ്ധകരങ്ങൾ മോദപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ നേരം ദൈവസന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും അടുത്തു വരുമ്പോൾ നമ്മൾ ഗ്രഹിക്കണം, ദൈവസഭ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നയിക്കപ്പെടുന്ന വ്യക്തികളാണ് ദൈവസഭ എന്നുള്ളത്. അഭിഷേകം പ്രാപിച്ചിരിക്കുന്ന വ്യക്തിയാണ് സഭ എന്ന് പറയുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആ നിങ്ങൾ ആരാണ്? ദൈവത്തിന്റെ സഭയാണ്. നിങ്ങൾ ആരാണ്? ദൈവത്തിന്റെ മക്കളാണ്. അപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധന്മാരാകുന്ന വ്യക്തികളാണ് ദൈവസഭ എന്ന് പറയുന്നത്. ആമേൻ. കെട്ടിടമല്ല. നമ്മുടെ പെന്തക്കോസ് ഭാഷ പറഞ്ഞ ഹോളല്ല, അല്ലെ? ഹാളല്ല, ഹോള്. ആമേൻ. ഹോളല്ല, ഹാളും അല്ല. പിന്നെ എന്നതാണ്? വ്യക്തികളാണ്. ആമേൻ. നമ്മൾ ഓരോരുത്തരുമാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് കാൽവരിയിൽ താൻ തകർക്കപ്പെട്ട് പിശാചിന്റെ പ്രവർത്തികളെ പിടിച്ചടക്കിയപ്പോൾ, അല്ലെങ്കിൽ സാത്താന്റെ ആയുധവർഗങ്ങളെ കാൽവരിയിൽ പിടിച്ചടക്കിയപ്പോൾ, അല്ലെങ്കിൽ പുത്രനാകുന്ന യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടും ജനനം പ്രാപിക്കുന്ന ഏത് ദൈവമക്കൾക്കും ദൈവസഭയ്ക്ക് കർത്താവ് ചില കൃപകളും വരങ്ങളും കൊടുത്തിട്ടുണ്ട്.
കാരണം സാത്താന്റെ പ്രവൃത്തികളെ ജയിക്കാൻ, അവന്റെ പ്രവൃത്തികളെ വീണ്ടും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവന്റെ ആധിപത്യങ്ങളും തന്ത്രങ്ങളെയും ജയിക്കുവാനാണ് കർത്താവ് വരങ്ങളെ നൽകിയിരിക്കുന്നത്. ആമേൻ. കർത്താവ് വരങ്ങളെ നൽകിയിരിക്കുന്നതിന് ഒറ്റ ഉദ്ദേശമാണ് നാം ജയകരമായി മുന്നേറുവാൻ തക്കവണ്ണം സാത്താന്റെ തന്ത്രങ്ങളെ ജയിക്കുവാനാണ് കർത്താവ് കൃപാവരങ്ങളെ നൽകിയിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് കർത്താവ് വരങ്ങളെ നൽകിയിട്ടുണ്ടെങ്കിൽ, അഭിഷേകം പ്രാപിച്ചവരിൽ ദൈവം വരങ്ങളെ നൽകിയിട്ടുണ്ടെങ്കിൽ ആ വരങ്ങൾ എന്തിനായിട്ട് നൽകിയിരിക്കുന്നത്? സഭയുടെ പൊതുപ്രയോജനത്തിനായിട്ട് ദൈവം നൽകിയിരിക്കുന്നതാണ്. പൊതുപ്രയോജനത്തിനായിട്ട് കർത്താവ് നൽകിയിരിക്കുന്ന സഭ ആരാണ്? രക്ഷിക്കപ്പെട്ട വ്യക്തികൾ. അപ്പോൾ മനസ്സിലാക്കണം, ഒരു വ്യക്തിയിൽ ദൈവത്തിന്റെ കൃപ പകർന്നിട്ടുണ്ടെങ്കിൽ ആ കൃപയിലൂടെ അനേകരെ ദൈവകൃപയിലേക്ക് വീണ്ടും അടുപ്പിക്കാനാണ് കർത്താവ് ഒരു വരം നമ്മുടെ മേൽ സ്വന്തം പകർന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ വരം വ്യാപാരം ചെയ്യണം. ദൈവം നമ്മളെ അയക്കുന്ന ഇടത്തെല്ലാം നമ്മൾ വ്യാപാരം ചെയ്യണം. പരിശുദ്ധാത്മാവ് നൽകുന്ന ഗൈഡൻസിനനുസരിച്ച് നമ്മുടെ സ്വന്തം ഹല്ലേലൂയ കൃപകളെ ജ്വലിപ്പിക്കുവാൻ, അതിനാൽ സ്വന്തം അനേകരുടെ സ്വന്തം അഭിവൃദ്ധിക്ക്, ആത്മീക അഭിവൃദ്ധിക്ക് കാരണമായി തീരുവാൻ സ്വന്തം അത് ഇടയായി തീരണം. ആമേൻ. അല്ലെങ്കിൽ ഈ നാളുകളിൽ സംഭവിക്കുന്ന ഒരു വലിയ വിഷയം, അനേകർക്ക് കൃപാവരങ്ങൾ എന്തിനാന്ന് പോലും അറിയത്തില്ലാത്ത അവസ്ഥയിലൂടെ സഭയിൽ അനേകർ മുമ്പോട്ട് പോകുന്നുണ്ട്. ഹല്ലേലൂയ. ചിലര് സ്വന്തം പണ്ടത്തെ പോലെ തന്നെ ഹല്ലേലൂയ പണ്ട് സ്വന്തം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു കാര്യം നേടാനായിട്ട് തൊട്ടടുത്ത് കബടി നടത്തുന്ന വ്യക്തിയോ അല്ലെങ്കിൽ നേർച്ചയോ അല്ലെങ്കിൽ ആഭിചാരം ചെയ്യുന്ന മന്ത്രവാദം ചെയ്യുന്ന വ്യക്തികളെ പോയി കണ്ട് കാര്യം നടത്തുന്ന ആ ഒരു മാനസികാവസ്ഥയിലല്ല ദൈവസഭ, ദൈവം ഇവിടെ ഭൂമിയിൽ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവസഭയെ കുറിച്ചെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്ന ഓരോരുത്തരുടെ മേലും ദൈവം നിയോഗം കൊടുത്തിട്ടുണ്ട്. ഓരോ അപ്പോയിന്റ്മെന്റ് ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അല്ലാതെ ഇവിടെ സ്തോത്രം ഹല്ലേലൂയ ഇവിടെ സ്തോത്രം പണ്ടത്തെ പോലെ വന്ന് എന്തെങ്കിലും ഒന്ന് പ്രാപിച്ചുകൊണ്ട് പോകുന്ന ഒരു പരിപാടിയല്ല. കാരണം രക്ഷിക്കപ്പെട്ട ദൈവസഭയ്ക്കകത്ത് ഓരോരുത്തരുടെ മേൽ ദൈവം ഓരോ വരങ്ങളെ പകർന്നിട്ടുണ്ട്. ആമേൻ. ഇന്ന് സഭയ്ക്കകത്ത് വരങ്ങളില്ലാത്ത സഭകൾ വളരെയേറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്ററിൽ മാത്രം കൃപാവരം ഒതുങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇന്ന് സഭകൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ വചനമൊന്ന് ആഴത്തിൽ മനസ്സിലാക്കണം. എന്താണ് കൃപാവരങ്ങൾ എന്നൊന്ന് നമുക്കൊന്ന് ഗ്രഹിക്കുവാനായിട്ട് ഇടയായിട്ട് നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെ, അവണ്ണം നിങ്ങളും ആത്മവരങ്ങളെ കുറിച്ച് വാഞ്ചയുള്ളവരാകയാൽ സഭയുടെ ആത്മീയ വർധനയ്ക്കായി സഫലന്മാർ അപ്പോൾ ആകുവാൻ ശ്രമിക്കുവാൻ. അപ്പോൾ സഭയുടെ ആത്മീക വർധനയ്ക്ക് നമ്മൾ സഫലന്മാരാകണം. നമ്മൾ അതിന് പ്രയോജനപ്പെടുന്നവരായി തീരണം. സഭയ്ക്കകത്ത് രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വരുന്ന ഓരോ ദൈവ മക്കളുടെയും ആത്മീക വർധനവാണ് കർത്താവിന്റെ കൃപ നൽകിയിരിക്കുന്ന, കർത്താവിന്റെ വരം പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ മേലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. ആ വ്യക്തിയിൽ പകർന്നിരിക്കുന്ന ശുശ്രൂഷ നിമിത്തം ഹല്ലേലൂയ സ്തോത്രം അനേകർ ദൈവകൃപയിലേക്ക് വരണം. അല്ലെങ്കിൽ അനേകർ ദൈവസഭയ്ക്കകത്ത് പല വിധത്തിലുള്ള വിടുതലുകൾ, പല വിധത്തിലുള്ള പ്രതിസന്ധികളുടെ നടുവിലുള്ള നീക്കുപോക്കുകൾ അത് വരുവാൻ തക്കമാണ് കർത്താവ് വരങ്ങളെ പകർന്നിരിക്കുന്നത്. നമ്മൾ അതിന് സഫലന്മാരാകണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. ആർക്കാണ് ഉത്തരവാദിത്തം? ഈ കൃപകളെ പ്രാപിച്ചവർക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. എന്താണ്? കർത്താവിന്റെ ശരീരമാകുന്ന സഭ, ആമേൻ, അത് വളർച്ച പ്രാപിക്കണം, അത് ബലം പ്രാപിക്കണം. കർത്താവിന്റെ കാഹളനാദത്തികൾ ദൈവരാജ്യത്തിൽ എടുക്കപ്പെടുന്ന നിലവാരത്തിൽ ഒരുക്കപ്പെടുമാറാകണം. അങ്ങനെ വലിയൊരു ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോരുത്തരെയും സ്വർഗത്തിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഈ വചനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കതിന്റെ നമുക്കതിന്റെ ചില അതിന്റെ അതിന്റെ 2 മുതൽ വായിച്ചേ, 14:2 മുതൽ വായിച്ചേ. ആമേൻ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. ശ്രദ്ധിക്കണം, മനുഷ്യരോട് സംസാരിക്കുന്ന ഭാഷയല്ല അന്യഭാഷ. ദൈവവചനം ഈ പറയുന്ന 14-ാം അധ്യായത്തിൽ പൗലോസ് വെളിപ്പെടുത്തുന്ന കർത്താവിന്റെ കൃപാവരം എന്ന് പറയുന്നത് ദൈവത്തോട് സംസാരിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന വരമാണ് അന്യഭാഷ വരം എന്ന് പറയുന്നത്. അത് നമ്മൾ സ്വന്തം ദൈവത്തോട് നമ്മൾ സംസാരിക്കേണ്ടത് അന്യഭാഷയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. അത് മനുഷ്യർക്ക് മനസ്സിലാകത്തില്ല. മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷകളിലും അല്ല ദൈവാത്മാവിൽ സംസാരിക്കുന്നവന് ദൈവം കൊടുക്കുന്ന വരം എന്ന് പറയുന്ന അന്യഭാഷ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയല്ല. ആമേൻ. വായിച്ചാട്ടെ.
മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, അന്യഭാഷ നൽകിയിരിക്കുന്നത് ദൈവത്തോട് സംസാരിക്കാനാണ്. ആമേൻ. അടുത്തത് വായിച്ചാട്ടെ. മനുഷ്യർ തിരിച്ചറിയുന്നില്ലല്ലോ. എങ്കിലും അതായത് ശ്രദ്ധിക്കണം, ആ മനുഷ്യൻ തിരിച്ചറിയുന്നില്ലെങ്കിലും ആത്മാവിൽ ക്രിസ്തുവിന്റെ മർമ്മങ്ങളെ അവൻ സംസാരിക്കുന്നത് സ്വന്തം ആ അഭിഷേകം പ്രാപിച്ചിരിക്കുന്ന വ്യക്തിക്ക് അറിയുവാൻ സാധിക്കും. ഞാൻ സംസാരിക്കുന്നത് മർമ്മങ്ങളാണ്, എനിക്ക് പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നത് ആഴങ്ങളാണെന്ന് അഭിഷേകം പ്രാപിച്ച അന്യഭാഷ വരെ ഉള്ളവൻ അത് തിരിച്ചറിയാൻ സാധിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഒത്തിരി വേണ്ടാത്ത ഒത്തിരി തർക്കങ്ങൾ, അനവധി കമന്റുകൾ, അല്ലെ അനവധി പോസ്റ്റുകൾ പലയിടത്തും ഉണ്ട്. അന്യഭാഷ സംസാരിക്കുന്നത് ആരോടാ? മനുഷ്യന് മനസ്സിലാകുന്നില്ലോ. മനുഷ്യ, ഇത് മനുഷ്യനോട് സംസാരിക്കുന്നതല്ല, ഇത് ദൈവത്തോട് സംസാരിക്കുന്നതാണ്. ഈ വരവും കൃപയും ഇല്ലാത്തവൻ വല്ലതും പറഞ്ഞാൽ മനസ്സിലാക്കണം, വചനം അറിയാവുന്നവൻ പറഞ്ഞു കൊടുക്കണം, അത് ദൈവത്തോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ അവൻ ചോദിക്കും, ദൈവത്തോട് സംസാരിക്കാനോ? അതെങ്ങനെ സാധിക്കും? അപ്പോൾ അവനോട് തിരിച്ചറിയുന്നത്, നീ അഭിഷേകം പ്രാപിച്ചാണോ? അപ്പൊ പറയുക കേൾക്കാം, അല്ലെന്ന്. അഭിഷേകം പ്രാപിക്കാത്തവൻ എന്താ ദൈവസഭയ്ക്കകത്ത് കാര്യമിരിക്കുന്നത്? മനസ്സിലാക്കണം, അഭിഷേകമില്ലാത്തവന് ദൈവസഭയ്ക്കകത്ത് എന്ത് കാര്യമിരിക്കുന്നത്? സഹോദരൻ, വളരെ കഷ്ടമെന്ന് പറയാൻ പലയിടത്തും ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, സ്വതന്ത്രം സ്നാനപ്പെട്ടിട്ട് 10-20 വർഷമായിട്ട് അഭിഷേകം പ്രാപിക്കാതെ അതല്ലെങ്കിൽ ചടങ്ങെന്ന ഭാഗം വന്ന് സഭയ്ക്കകത്ത് വന്നു പോകുന്നവരുണ്ട്. ചോദിച്ചാൽ അതിനെ കുറിച്ച് ഒരു മറുപടിയും പറയാറില്ല. അഭിഷേകം പ്രാപിക്കാതിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരാണ് ഏറ്റവും വലിയ ഇടർച്ച സഭയ്ക്കത്തുണ്ടാക്കുന്നത്. മനസ്സിലാക്കണം. കാര്യം, ആത്മാവിൽ നടത്തപ്പെടുന്ന ചലിക്കപ്പെടുന്ന ആത്മീക കാര്യങ്ങളെ ജഡത്തിൽ അത് കൈകാര്യം ചെയ്യാനായിട്ട് ഈ വ്യക്തി എഴുന്നേറ്റ് വരും. അവനെപ്പോഴും ജഡത്തിൽ കാര്യങ്ങളെല്ലാം കേൾക്കണം, മനസ്സിലാക്കണം. ഒരു കാര്യം മനസ്സിലാക്കണമേ, ദൈവസഭ എന്ന് പറയുന്ന ആത്മാവിൽ പണിയപ്പെടുന്നതാണ്. ആ ആത്മാവിൽ പണിയപ്പെടുന്ന സഭയ്ക്കകത്ത് ദൂതുകൾ, പ്രവചനങ്ങൾ, ദർശനങ്ങളെല്ലാം ആത്മീകമായി സ്വർഗത്തിൽ ദൈവം പകർന്നു കൊടുക്കുന്നുണ്ട്. അത് അഭിഷേകമുള്ളവരെ അറിയുന്നുള്ളൂ. ആത്മാവില്ലാത്തവർ ഒരിക്കലും ആത്മീക വരങ്ങളെ ഒരിക്കലും ഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് പല സഭയ്ക്കകത്തെയും പ്രശ്നമാണ്, ദൈവത്തിന്റെ ദാസൻ അല്ലെങ്കിൽ കർത്താവിന്റെ ദാസൻ അഭിഷേകത്തിന്റെ നിറവിൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തും. അഭിഷേകമില്ലാത്ത വ്യക്തി സഭയ്ക്കകത്തിരുന്നുകൊണ്ട് അത് വ്യാഖ്യാനിക്കും. പിന്നീട് വലിയ കലക്കം വരുന്നു. വിഷയം എന്നാണെന്നറിയാവോ? അഭിഷേകമില്ലാത്തവനെയൊക്കെ സ്ഥാനത്ത് കയറ്റിയിരുത്തുമ്പോൾ ഓർക്കണം. മനസ്സിലാകുന്നുണ്ടോ? അഭിഷേകമില്ലാത്തവനെ സ്ഥാനത്ത് കയറ്റിയിരിക്കുമ്പോൾ ഓർക്കണം. ആമേൻ. ആ ഭാഗം ഇന്നത്തെ ടൈറ്റിൽ അതാണ് കേട്ടോ. ഇന്നത്തെ ടൈറ്റിൽ അതാണ്. എഴുതി വെച്ചോ. സ്വന്തം അഭിഷേകം അവിടെ എഴുതില്ല, ഇവിടെ എഴുതി, അവിടെ മുറിഞ്ഞും അതൊക്കെയാ പോവുള്ളൂ. ഹല്ലേലൂയ. സ്വന്തം മനസ്സിലാക്കണം, അഭിഷേകമില്ലാത്തവനെ സ്ഥാനത്ത് കയറ്റിയിരുത്തുമ്പോൾ ഓർക്കണം. ആമേൻ. സ്വന്തം അതാണ് ഇന്നത്തെ ടൈറ്റിൽ. മനസ്സിലാക്കണം, അഭിഷേകമില്ലാത്തവൻ സ്ഥാനത്ത് വന്നാൽ, ഹല്ലേലൂയ, ആത്മീക ശുശ്രൂഷയുടെ നേതൃത്വ നിരയില് അഭിഷേകത്തിന്റെ നിറവിലുള്ള ശുശ്രൂഷകളെ കുറിച്ച് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ദൈവസഭയിൽ വെളിപ്പെടുത്തുമ്പോൾ അതിന് ഘടകവിരുദ്ധമായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ അത് വലിയ അപകടമാണ് സൃഷ്ടിക്കുന്നതെന്ന് മറന്നു പോകരുത്. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് മനസ്സിലാക്കണം, സ്തോത്രം, നമ്മളെ നടത്തുന്നവർ ആത്മാവിനാൽ, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന വ്യക്തിയാണോ എന്ന് വളരെ പരിശോധിക്കണം. വായിച്ചാട്ടെ, തുടർന്ന് വായിച്ചാട്ടെ. പ്രവചിക്കുന്നവനോ ആത്മീക വർദ്ധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കും. അപ്പോൾ പ്രവചനം എന്ന് പറയുന്നത് എന്താണ്? ആത്മീക വർദ്ധനവ്, പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി ശ്രദ്ധിക്കണം. അപ്പൊ മനുഷ്യനോട് സംസാരിക്കുന്ന വ്യക്തി പ്രവചിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തി ആത്മാവിന്റെ മർമ്മങ്ങൾ അവൻ തന്റെ ആത്മാവിൽ പ്രാപിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് സ്വന്തം പ്രാർത്ഥിക്കുന്നവന്റെ ആത്മാവിന് വെളിപ്പെടുത്തി കൊടുക്കും ദൈവത്തിന്റെ മർമ്മങ്ങൾ. ആ മർമ്മങ്ങൾ സ്വന്തം മനുഷ്യാത്മാവിന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. ആ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന മർമ്മങ്ങൾ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മനുഷ്യരോട് പ്രസംഗിക്കുകയാകട്ടെ, സ്വന്തം പ്രബോധിപ്പിക്കുകയാകട്ടെ, ആശ്വാസത്തിനാകട്ടെ, മനുഷ്യനോട് സംസാരിക്കുന്ന പദങ്ങൾ അല്ലെ മനുഷ്യനോട് സംസാരിക്കുന്ന വാക്കുകൾ പ്രവചനം എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണ് ദൈവസഭയ്ക്ക് കൊടുക്കേണ്ടത്. ശ്രദ്ധിക്കണം. ദൈവത്തിൽ നിന്ന് ആത്മാവിൽ പ്രാപിച്ച കാര്യങ്ങളാണ് ദൈവ മക്കൾക്ക് കൊടുക്കേണ്ടത്. ഇന്ന് അവ അങ്ങനെയല്ല കണ്ടുകൊണ്ടിരിക്കുന്നത്. ആത്മാവിൽ പ്രാപിച്ചത് പലതും വരുന്നില്ല പലയിടത്തും. എന്നാൽ ചില സഭകളാകട്ടെ, ദൈവദാസന്മാരാകട്ടെ, ശക്തമായി ദൈവാത്മാവിൽ പ്രാപിച്ച സത്യവചനത്തിന് വേണ്ടി നിൽക്കുന്ന അനേകരുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പോൾ തന്നെ
ഹല്ലേലൂയ. അപ്പോൾ സ്വന്തം മറുവശത്ത് അഭിഷേകത്തോടെതിരെ, ആത്മാവിന്റെ വരങ്ങളോടെതിരെ നമ്മൾ ചിലരൊക്കെ കാണുമ്പോൾ ഭയങ്കര ചിരിച്ച് കളിച്ച് രസിച്ചൊക്കെ നിന്നെന്ന് പറഞ്ഞാൽ കാര്യത്തോട് അടുത്ത് വന്നു കഴിയുമ്പോൾ ഇവരെ അന്വേഷിക്കുമ്പോൾ ഇവർ ഈ കൃപാവരങ്ങൾക്ക് എതിരാണ്, അഭിഷേകത്തിനെതിരാണ്, ഇതിനെ വിമർശിക്കുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ ഒരു പ്രശ്നം എന്നാ? ആത്മാവിൽ ദൈവസഭയെ പണിയുമ്പോൾ, ആ പണി നടക്കുമ്പോൾ, ആ പദ്ധതിയോട് ബന്ധപ്പെട്ട് വരുന്ന ദൈവദാസന്മാരാകട്ടെ വിശ്വാസികളാകട്ടെ, അവർ വരമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പണി കാണാൻ സാധിക്കത്തുള്ളൂ. മനസ്സിലായോ? ദൈവത്തിന്റെ പണി കാണാൻ സാധിക്കാത്തത് ആത്മാവിനെ പ്രാപിക്കാതെയും അഭിഷേകമില്ലാതെയും വരങ്ങളില്ലാതെ ഇരിക്കുന്ന ഒരുവരെ സംബന്ധിച്ച് ദൈവസഭയുടെ പണിക്ക് ആ വ്യക്തി ഉപയോഗിക്കപ്പെടത്തില്ല. മനസ്സിലാക്കണം. വരങ്ങളില്ലാത്ത ഒരു വ്യക്തിയെ നിങ്ങൾ ശുശ്രൂഷ മേഖലയെ കണ്ട ആ വ്യക്തിയോട് പറയണം, ഒന്നേ നീ അഭിഷേകം പ്രാപിച്ചു വരങ്ങളെ പ്രാപിക്കണം, അല്ലെങ്കിൽ ഈ പണി നിർത്തിട്ട് പോകാൻ പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. പലർക്കും ഇത് കേൾക്കുമ്പോൾ പലവിധമായ അസ്വസ്ഥതകൾ ജനിക്കും. കാര്യം, പല വ്യക്തികളും ഇന്നൊരു ഉപജീവന മാർഗമാക്കിയാണ് ദൈവവേല കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇവർ ഇതിന്റെ വരുന്ന അറിയത്തില്ല. കുഞ്ഞാന്റെ രക്തം കൊടുത്ത് വീണ്ടെടുക്കപ്പെട്ട ഈ മാർഗത്തിന്റെ അകത്ത് അവൻ മേടിച്ച് സമ്പാദിച്ചു കൂട്ടുന്ന പൈസയെല്ലാം യേശുവിന്റെ രക്തം വിറ്റ കാശാന്ന് അറിയുന്നുണ്ടോ? ആമേൻ. വായിച്ചാട്ടെ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. ശ്രദ്ധിക്കണം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. അതായത് ഒരു വ്യക്തി വന്ന് ഉടനെ പ്രാർത്ഥിക്കുന്ന മറ്റൊരുവന്റെ ശുശ്രൂഷ ഇല്ലെങ്കിലും രക്ഷിക്കപ്പെട്ടവന് ആത്മീയ വർധനവ് പരിശുദ്ധാത്മാവിൽ ലഭിക്കുന്നു. അവന് ലഭിച്ച വരങ്ങൾ, ആ അന്യഭാഷ വരത്തിൽ അവൻ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, മണിക്കൂറുകൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അവൻ ചാർജായിട്ട് പുറത്തു വരും. ആമേൻ. ആ ചാർജായിട്ട് പുറത്തു വരുന്ന അനുഭവം ഉള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ തൊട്ടടുത്ത് ആത്മവരമില്ലാത്തവൻ വന്ന വല്ലതും പറഞ്ഞാൽ അത് നിർത്തിയിട്ട് പോകരുത്. സ്വന്തം ഒരുപക്ഷെ നിന്നെ ഉപദേശിക്കുന്ന നിന്റെ മക്കളാകാം, ഒരുപക്ഷെ നിന്നെ ഉപദേശിക്കുന്ന നിന്റെ സ്വന്തം ഹല്ലേലൂയ സ്വന്തം രക്തബന്ധങ്ങളാകാം, കൂട്ടുകാരാകാം. പക്ഷെ മനസ്സിലാക്കണം, സകലത്തെ സൃഷ്ടിച്ചവൻ സകലത്തെയും പടച്ചവനാകുന്ന സ്വർഗത്തിലെ ദൈവം തന്റെ ആത്മാവ് നിനക്ക് നൽകിയെങ്കിൽ അത്രത്തോളം നിന്റെ ഒരു രക്തബന്ധവും നിന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കണോ. നീ ഭയത്തിലും ഭീരുത്വത്തിലും ഇരുന്നപ്പോ നിന്നെ ജയാളിയായി ബലശാലിയാക്കി തീർത്ത അഭിഷേകം നിന്റെ ഉള്ളത്തിൽ പകർന്ന കൃപയ നീ അത് തള്ളിക്കളയരുത്. അനേകർ പ്രാർത്ഥിക്കാൻ സ്വന്തം മനസ്സില്ലാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അനേകർ സ്വന്തം കൃപാവരങ്ങൾ വേണ്ടെന്ന് വെച്ച് അതിനെ അലക്ഷ്യമായി കാണുന്നവരുണ്ട്. എന്താ കാരണം? കൂടുതൽ കാര്യത ആഴത്തിലേക്ക് ചോദിച്ചവർ പറയുന്ന കാരണങ്ങൾ എന്നാണെന്നറിയാവോ? അത് ഞാൻ അങ്ങനെ അന്യഭാഷ പ്രാർത്ഥിച്ച സ്വന്തം ഒരു ഭാര്യയാണ് പറയുക, അച്ഛന് ഇഷ്ടപ്പെടില്ല, ഹസ്ബൻഡിന് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡിനാണ് അവരെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലർ മക്കൾക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയായിരിക്കുന്നു. ഞാനൊരു കാര്യം പറയാം, കർത്താവിന്റെ കൃപ നിനക്ക് നൽകിയത് കർത്താവിന്റെ കരുണയാൽ നിനക്ക് ലഭിച്ചതാണ്. ആ ലഭിച്ച കൃപ, ആ ലഭിച്ച കരുണയാൽ ലഭിച്ച ആ വരം ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. ലോകത്തിലെ ബന്ധമൊക്കെ ലോകം കൊണ്ട് അവസാനിക്കും കേട്ടോ. നിത്യത നീ ചെലവിടാൻ പോകുന്നത് ദൈവരാജ്യത്തിലാണ്. കർത്താവ് പകർന്നിരിക്കുന്ന കൃപ നീ അലക്ഷ്യമായി കണ്ടിവിടെ ജീവിച്ചാൽ ഇതിന് നീ ഹാളിലെ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. വായിച്ചാട്ടെ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. ആത്മീക വർധന വരുത്തുന്നു. പ്രവചിക്കുന്നവർ സഭയ്ക്ക് ആത്മീയ വർധന. ശ്രദ്ധിക്കണം. അപ്പോൾ അന്യഭാഷ വരം വളരെ മസ്റ്റാണ്. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് ചെന്ന് കഴിയുമ്പോൾ ഇന്ന് പലരുടെയും കാര്യം പറയുമ്പോൾ ചിലർ അന്യഭാഷയായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവരെ സഭയോട് ചോദിച്ച് അവർക്ക് വചനം അറിയത്തില്ല, അവർക്ക് കർത്താവ് ആരാന്ന് അറിയത്തില്ല, ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. നട്ട നാളിലെ പോലെ ഇന്ന് ചില ബോൺസായികൾ ഇരിപ്പുണ്ട് സഭയ്ക്കകത്ത്. മനസ്സിലായോ? ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ യാഥാർത്ഥ്യം എങ്ങനെയാണ്? കാര്യം ഇവർ അന്യഭാഷയിൽ സംസാരിക്കുന്നു. അവർക്ക് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ അവന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് അനുവദിക്കുന്നില്ലെങ്കിൽ അത് പരിശുദ്ധാത്മാവാന്ന് പറയാൻ പറ്റത്തില്ലെന്ന്. അതാണ് വിഷയം. നമ്മൾ അഭിഷേകം പ്രാപിച്ചാൽ നമ്മളിൽ ഇരിക്കുന്ന അഭിഷേകം നമ്മെ ദൈവവചനത്തിലേക്ക് നയിക്കുകയും നമുക്ക് ആത്മീകമായ പോഷണം നൽകുകയും നമ്മളിൽ ഇരിക്കുന്ന കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അത് പരിശുദ്ധാത്മാവാന്ന് പറയാൻ കഴിയത്തുള്ളൂ. അപ്പൊ എടുത്ത് ചോദിക്കും, അപ്പൊ വേറെ ആത്മാവോടെ ഇഷ്ടം പോലെയുണ്ട്. അഡ്രസ്സും പേരും ഇല്ലാത്ത ആത്മാക്കൾ ഒത്തിരിയുണ്ട്. ഹല്ലേലൂയ. ഭോഷ്ക് വിശ്വസിക്കുന്നവർ സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളെങ്കിൽ ഭോഷ്ക് വിശ്വസിക്കുന്നവർ ദൈവം തന്നെ അവരുടെ മേൽ എന്ത് സംഭവിക്കുന്നു എന്ന് അയക്കുന്നതാണ്. വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നുണ്ട്. ഇത് അവിടെ കിടപ്പുണ്ട്. അവർ ചെയ്യുന്നത് തെറ്റല്ല, സത്യത്തെ സ്നേഹിച്ച് കൈക്കൊണ്ടിട്ടില്ല.
എങ്ങനെയാ സഹോദര ക്രിസ്തുവിലെ സത്യം നമുക്ക് ഗ്രഹിക്കുന്നത്? ദൈവത്തിലെ സത്യങ്ങൾ എങ്ങനെയാണ് ഗ്രഹിക്കുന്നത്? അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരണം. അതിനാണ് അന്യഭാഷ അടയാളം വെച്ചിരിക്കുന്നത്. അന്യഭാഷ വരെ ലഭിച്ച വ്യക്തി ദൈവത്തോട് സംസാരിക്കുമ്പോൾ അവന് കർത്താവ് ആരാണെന്നും താൻ ആരാണെന്നും തന്റെ മേലുള്ള പദ്ധതി എന്താണെന്നും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. ഈ വെളിപ്പാട് കൃപാവരത്തിലൂടെയാണ് നമ്മളിൽ പ്രാപിക്കാൻ ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് വർഷങ്ങൾ അന്യഭാഷ സംസാരിച്ചിട്ട് ഇന്നോ ആത്മീയമായി ഒരു ചൈതന്യമോ ബലമോ ഉയർപ്പോ അല്ലെങ്കിൽ യാതൊരു മാറ്റവും ഇല്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോണം. ഞാൻ നിങ്ങളോട് പറയുക, മനസ്സിലാക്കിക്കോണം, മാറ്റമില്ലാതെ ഇരിപ്പുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവാണോ എന്ന് അപ്പോഴേ ടെസ്റ്റ് ചെയ്തോണം. വിവേചിച്ച് മനസ്സിലാക്കിക്കണം അത് ഏത് ആത്മാവാണെന്ന്. അതിനാണ് നമുക്ക് വിവേചനം തന്നിരിക്കുന്നത്. ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കണം ഏതൊരു വ്യക്തിയും. അത് വിശ്വാസികളെ മാത്രമല്ല, ശുശ്രൂഷകളാകട്ടെ, പ്രവാചകന്മാരാകട്ടെ, ഏത് ശുശ്രൂഷകരായിക്കോട്ടെ, അവർ പറയുന്നതും അവരുടെ ജീവിതത്തിൽ നിന്ന് വരുന്ന ശുശ്രൂഷകളും ദൈവാത്മാവിലാണോ എന്ന് കൃത്യം പരിശോധിച്ചോണം. ഈ നാടുകളിൽ സംഭവിക്കാത്തൊരു വിഷയം, ശുശ്രൂഷകളെല്ലാം കയ്യിൽ നീട്ടി സ്വീകരിക്കുക. ഇത് വിഷമാണോ അല്ലെങ്കിൽ ഗുണമുള്ളതാണോ എന്നൊന്നും ആർക്കൊന്നും അറിയത്തില്ല. പ്രവചിച്ച് ഞാൻ ഏറ്റെടുക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. മകനെ, ഏത് ആത്മാവിലാണ് ഈ വ്യക്തി സംസാരിക്കുന്നതെന്ന് വിവേചിച്ച് മനസ്സിലാക്കുവാൻ ദൈവവചനം തന്നെ പറയുന്നില്ലേ? അപ്പോൾ അന്യഭാഷ അടയാളം നൽകിയിരിക്കുന്നെങ്കിൽ എന്തിനാണ് നൽകിയിരിക്കുന്നത്? ആത്മീക വർധനവിന് വേണ്ടിയാണ് നൽകിയിരിക്കുന്നത്. ആത്മാവിൽ പ്രാപിച്ച ആ വ്യക്തി അന്യഭാഷയിൽ മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിച്ച വെളിപ്പാടുകൾ ജനത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ജനത്തോട് പ്രവചിക്കണം. പ്രവചനം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ ദൈവസഭയ്ക്ക് വെളിപ്പെടുത്തുന്നതാണ് പ്രവചനം എന്ന് പറയുന്നത്. അതെങ്ങനെ പ്രവചനമായി? ആത്മാവിലുള്ള മർമ്മങ്ങൾ ജനത്തിന് വെളിപ്പെടേണ്ടതിന് അവരവരുടെ ലോക്കൽ ലാംഗ്വേജിൽ സംസാരിക്കുന്നതാണ് പ്രവചനം എന്ന് പറയുന്നത്. മനസ്സിലാക്കണം, അതിന്റെ അകത്ത് വെളിപ്പാടുകളാണ് മറിഞ്ഞു കിടക്കുന്നത്. ഇന്നുള്ള പല പ്രവചനങ്ങളും ഹസ്തരേഖാശാസ്ത്രം എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചില്ലെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം അവിടെ നടക്കുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഓരോരുത്തരുടെ ഭൂതവും ഭാവി. എന്നാ ഭൂതവും ഭാവി? അല്ലെങ്കിൽ ഇതുവരെ നീ ദൈവകൃപയിലേക്ക് വരാതെ അകലം വിട്ട് നിൽക്കുന്നവനൊക്കെ എന്ത് ഭാവിയാണ് ഈ പറയുന്നത്? ഇതുവരെ നീ ദൈവത്തിന്റെ സന്നിധിയിൽ വരാത്തവനെ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടിട്ട് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ മനസ്സിലാക്കണം, അവനെ ദൈവവുമായിട്ട് ബന്ധമില്ലെന്ന് മനസ്സിലാക്കണം. നമ്മൾ ചില മീറ്റിങ്ങിന്റെ അകത്തല്ല ചില വിഷയം നമ്മൾ ഇടപെടുമ്പോൾ അവര് ദൈവവുമായിട്ട് ബന്ധമില്ല. ഒത്തിരി പേർക്ക് ദൈവമായിട്ട് ബന്ധമില്ല. ചിലര് ബൈബിള് നോക്കുന്നപ്പോഴാണ് പറയും ഞായറാഴ്ച പോകുന്നതിന് മുമ്പാണ് പലരും സ്തോത്രം ബൈബിള് നോക്കുന്നത്. അങ്ങനെയുള്ളവരെ കൊണ്ട് ഇവരൊക്കെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന പറയും, കർത്താവേ നിനക്ക് എന്നോട് എന്നാ പറയാനുള്ളതെന്ന്. ഇതുപോലെ അഹങ്കാരം പിടിച്ചവര് പുറത്തല്ല, അകത്താ കിടക്കുന്നത്. അത് അവന്റെ അഹങ്കാരം എടുക്കുന്നവരാ ദൈവസഭയെ തന്നെ. വായിച്ചേ. നിങ്ങളെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. കണ്ടോ, പൗലോസിന്റെ ആഗ്രഹം എന്നാ? കുറച്ച് പേര് പ്രവചിക്കണം, കുറച്ച് പേര് ചാരി ഒന്ന് ഉറങ്ങണം. അങ്ങനെയാണോ പറഞ്ഞേക്കുന്നത്? അതന്നെ, അങ്ങനെ എല്ലാവർക്കും. അത് നിർബന്ധം വല്ല ഉണ്ടോ? ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അഭിഷേകം ഉള്ളവൻ മാത്രമേ സഭയ്ക്കകത്ത് തീരുമാനങ്ങൾ കൊണ്ടുവരാവുള്ളൂ, കാര്യങ്ങൾ നടത്താം. മറ്റുള്ളവരുടെ സഭ മിണ്ടാതിരിക്കണം. പറ്റുമോ? ഇതെന്നാന്നറിയാവോ? ഈ മിക്ക മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നതെന്നറിയാം. ആദ്യം ആരാധനയും പാട്ടും എല്ലാം വചനവും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് അഭിഷേകം പ്രാപിക്കാത്ത പിള്ളേരെല്ലാം എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവരുടെ കളിയാണ്. അതായത് അതിനു മുമ്പ് വിതച്ച വിത്തൊക്കെ ഇവര് കയറി ചവിട്ടി മെതിച്ചങ്ങോട്ട് കളയും. മനസ്സിലായോ? ഇതാണ് സഭയ്ക്കകത്ത് നടക്കുന്നത്. ഒരിടത്ത് ആത്മാവിൽ പണിയും, ആയിട്ട് കൃപാവരെ വരവോ കൃപയോ ഇല്ലാത്തവൻ അവിടെ കയറി അവന്റെ പ്രകടനം നടത്തിക്കൊണ്ട് അതെല്ലാം ചവിട്ടി മെതിച്ചിട്ട് ശരിക്കും പറഞ്ഞ തിന്മാനും കുടിപ്പാനായിട്ട് ഇരുന്ന് കളിപ്പാനായിട്ട് എഴുന്നേറ്റു എന്ന് ഇസ്രായേൽ മക്കളെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്ന് പലയിടത്തും നടക്കുന്നത്. അഭിഷേകമില്ലാത്തവൻ സഭയിൽ മിണ്ടാതിരിക്കണമെന്ന് ഞാൻ പറയുന്നു. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാവിൽ നടത്തപ്പെടുന്ന കാര്യങ്ങൾ ആ നിലവാരത്തിൽ ഗ്രഹിച്ച് മുന്നേറുവാനായിട്ട് ഇടയായിത്തീരണം. അടുത്തത് അഭിഷേകം ഇല്ലാത്തവര് അടുത്ത ട്രീറ്റ്മെന്റ് കൊടുക്കണം. എന്താണ്? ഏത് കാരണത്താലാണ് ഈ വ്യക്തിയിൽ ആത്മനിറവില്ലാതെ അല്ലെ അഭിഷേകം പ്രാപിക്കാതെ ഇരിക്കുന്നതെന്നുള്ള പരിഹാരം വേഗം വരുത്തണം സഭയ്ക്കകത്ത്. ഇന്ന് എണ്ണം തികക്കണം അല്ലെ, കോളം തിറയ്ക്കാൻ വേണ്ടി എന്നാ ചെയ്യും? എല്ലാത്തിനെയും പിടിച്ച് അകത്ത് കയറ്റിയിട്ടിരിക്കുക. ആത്മാവില്ലാത്തവനും എല്ലാവിധ പാവസ്വഭാവം ചെയ്തവനും മാനസാന്തരം ഇല്ലാത്തവനും എല്ലാം പിടിച്ച് അകത്ത് കയറ്റിയിട്ടിരിക്കുക. എന്നിട്ട് കയ്യടിയും പാട്ടുവാ ദൈവമേ ഇറങ്ങി വരും. ഇത് തന്നെയല്ലേ ജാതീയ സിസ്റ്റവും?
എല്ലാ പാപവും ചെയ്തുകൊണ്ടിരിക്കുന്നവൻ വന്നിട്ട് അല്ലെങ്കിൽ ജാതി ദൈവങ്ങളുടെ മുമ്പിൽ കിടന്നുകൊണ്ട് തുള്ളുകയും ചാടുകയും ശരീരം മുറിവുപ്പെടുത്തുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ? ആ ദൈവത്തിൽ നിന്ന് പ്രസാദം ലഭിക്കണമെന്നുള്ള രീതിയിലല്ലേ? നമ്മുടെ ദൈവം അങ്ങനെ അല്ലെന്ന് വ്യവസ്ഥ വേണം, അല്ലാതെ കർത്താവ് അംഗീകരിക്കത്തില്ല. എന്നാൽ കർത്താവിന് വ്യവസ്ഥയില്ല, വ്യക്തമായ തീരുമാനമില്ല, ഏതിനോടും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ദൈവമാണെന്നുള്ള ആ വലിയ തെറ്റായ ഉപദേശം സഭയ്ക്കകത്ത് കിടപ്പുണ്ട്. അലിഖിതമായ ഒരു ഉപദേശം കിടപ്പുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ പിള്ളേരെല്ലാം പറയുന്നു, ഞാനിപ്പോ എങ്ങനെയാണെന്ന് തന്നെ എന്റെ ഞാനിപ്പോ എന്ത് ചെയ്താലും ഇച്ചിരി പൈസ കൊടുത്താ ദൈവദാസന്റെ വാടച്ച ദൈവത്തിന്റെ വായും അടങ്ങി. ഇങ്ങനെയാണ് പോകുന്നത്. ദൈവദാസൻ സെറ്റായാൽ ദൈവവും സെറ്റായി. സെറ്റായോ? ദൈവദാസൻ സെറ്റായാൽ ദൈവം സെറ്റായോ? ദൈവദാസൻ ഓക്കെ പറഞ്ഞാൽ കർത്താവ് ഓക്കെ പറയുവോ? ആമേൻ. ഹല്ലേലൂയ. പ്രവചനം കേൾക്കേണ്ടതുപോലെ കേൾക്കണം. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് പ്രവർത്തിക്കുമാറാകട്ടെ. വായിച്ചേ, ആ വായിച്ച വാക്യം ഒന്നും കൂടെ വായിച്ചേ. ആമേൻ. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണേ, എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണം. കാരണം എന്നാ? അങ്ങനെ എല്ലാവരും ആത്മാവിനാൽ ചലിക്കപ്പെടുന്നെങ്കിൽ അതിന്റെ ഇടയിൽ മാനുഷികമായ ഒന്നുമില്ലെന്ന് അവിടെ ഉറപ്പിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ചില വിഷയങ്ങളെ നമ്മൾ ഇതൊന്ന് കാണുമ്പോൾ, ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഒരു വിഷയം ഇടപെട്ടപ്പോൾ എന്നോട് ചോദിച്ച കാര്യമാണ്, അച്ചായ അഭിഷേകം പ്രാപിച്ചു? ഇല്ല. എത്ര വർഷമായി? കുറേ വർഷമായി. ഇപ്പൊ എന്താ പ്രാപിക്കാത്തത്? എനിക്കൊരു ജോലിയുണ്ട്. പിന്നെയോ ഞാനെനിക്ക് പൂർണ്ണമായിട്ട് ഇതിലേക്ക് വരാൻ പറ്റില്ല, വന്നാലും എൻ്റെ ജോലി പോകും. എടാ, ലോകത്തിലൊരു ജോലി, ഇന്ന് കാഹളം നനച്ചാൽ നിന്റെ ജോലി എവിടെ കിടക്കും? നാളെ വല്ലതും തിന്നുവോ? ഈ ഗ്രാഹ്യമില്ല. അനേകർക്ക് ഇതിന്റെ ഗൗരവമില്ലാതെയാണ് നിൽക്കുന്നത്. ഒത്തിരി പേര് സ്നാനപ്പെടാത്ത ഒരു കൂട്ടര് സഭയ്ക്കകത്ത് കിടപ്പുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അഭിഷേകം പ്രാപിക്കാത്ത വലിയൊരു സംഖ്യ സഭയ്ക്കകത്തുണ്ട്. അവരാകെ ചെയ്യുന്ന, അവരുടെ അഭിഷേകം ആകെ കാണുന്ന ഒരു പാട്ട്, അല്ലെങ്കിൽ തമ്പേറടി, അല്ലെ പിന്നെ ഫ്രണ്ട് വന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ, ഇതിൽ മാത്രം ഒതുങ്ങുക അല്ലേ? മിക്കൊരു പാട്ട് പാടാൻ നേരത്തെ എല്ലാം ഇംഗ്ലീഷ് പാട്ടോ ഹിന്ദി പാട്ടോ പാടിയ പിന്നെ അവൻ ആത്മീയനാണോ എന്ന് ആരും ചോദിച്ചേക്കരുത് അല്ലേ? ഇംഗ്ലീഷും ഹിന്ദിയും പാടുന്നവനോട് ഒരിക്കലും അവൻ ആത്മീയനാണോ ചോദിച്ചോണ്ടിരിക്കുക. എസ്പെഷ്യലി ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നവനാണ് അവൻ ആത്മീയനാണ്. അവൻ അടിക്കുമ്പോഴല്ലേ എല്ലാവരും ആത്മാവിലാകുന്നത്. ഞാൻ പറയാം, വ്യാജമായതെല്ലാം പൊളിയുന്നൊരു ദിവസം വരും കേട്ടോ. അങ്ങ് മുമ്പോട്ടൊന്നും പോകില്ല. എന്റെ കർത്താവ് ഇതെല്ലാം കണ്ടോണ്ടായിരിക്കുന്നത്. വ്യാജമായ ഒത്തിരി കാര്യങ്ങൾ ഇതുപോലെ നിൽപ്പുണ്ട്. അഭിഷേകമുള്ള എത്ര പേര് സഭയ്ക്കകത്തുണ്ടെന്നുള്ള വിഷയം ഇന്ന് പലർക്കും പ്രശ്നമല്ല. പക്ഷെ അതിനെല്ലാം സഭയെന്ന് പേരുണ്ട്. എന്താ പലയിടത്തും പ്രശ്നം? അതെന്തുകൊണ്ടാ പൗലോസ് അവിടെ പറയും നിങ്ങളെല്ലാവരും, ആ വാക്യം വായിച്ചേ, നിങ്ങളെല്ലാവരും എന്ന് പറയുക. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ദൈവത്തോട് സംസാരിക്കുക. ആ സഭയിൽ ഒരു സഭയിൽ 100 പേരുണ്ട്. 100 പേര് ദൈവത്തോട് സംസാരിച്ചാൽ ഇതിന്റെ ഇടയിൽ തർക്കമില്ല, എതിർപ്പില്ല, മത്സരമില്ല, ശാഠ്യമില്ല, ഈ പറയുന്ന യാതൊരു മാനുഷിക കാര്യങ്ങളും നടക്കുന്നില്ല. കാര്യം അവർ ദൈവത്തോടാണ് അവർക്ക് കാര്യമുള്ളത്. ഇതിന്റെ ഇടയിൽ മാനുഷികമായ ഒരു കാര്യം നടക്കാത്തത് കൊണ്ട് ആത്മാവിൽ ആ സഭ ശക്തിയോടെ വളരുവാൻ ഇടയായി തീരും. അതാണ് പൗലോസ് അവിടെ പറയുന്നത്, നിങ്ങൾ എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണം. എവിടെയെങ്കിലും വാക്യമുണ്ടോ ഞാൻ കൃപാവരം കൊടുക്കത്തില്ലെന്നോ അഭിഷേകം കൊടുക്കത്തില്ലെന്നോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വായിച്ചേ. അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും പ്രവചിക്കണമെന്നും ഇവിടെ ശ്രദ്ധിക്കണം, വിശേഷാൽ പ്രവചിക്കണമെന്നും എല്ലാവരും കണ്ടോ? അപ്പൊ അന്യഭാഷയുള്ള എല്ലാവരും പ്രവചിക്കുകയും ചെയ്യണം. അങ്ങനെ എല്ലാവരും പ്രവചിക്കുന്നവരായി തീർന്നാൽ സഭയ്ക്ക് ശക്തിയോടെ ഒരു ഉണർവും ഒരു ഉയർച്ചയും ശക്തമായിട്ടുണ്ടാകും. മനസ്സിലാവുന്ന ഏതാണ് ഈ ഉയർച്ച എന്ന് പറഞ്ഞാൽ? ഏറ്റവും കണ്ണായ സ്ഥലത്ത് ഇത്ര ഏക്കർ സ്ഥലം മേടിച്ച് ഇത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള കെട്ടിടം വെച്ച് എല്ലാം AC റൂമാക്കുന്നല്ല. അതല്ല ഉയർച്ച. എന്താണ് ഉയർച്ച? ഹല്ലേലൂയ. ആത്മാവിന്റെ വരങ്ങളെ പ്രാപിച്ച സ്വർഗീയ ദർശനങ്ങളെ പ്രാപിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അതിന്റെ നടുവിലോ നടക്കുവാൻ ഇടയായിത്തീരും. അവർ കൂടുന്നിടത്തൊക്കെയും ആത്മസന്തോഷം വെളിപ്പെടും. അനേകർ ആ മഹത്വത്തിൽ കണ്ട് ക്രിസ്തുവിലേക്ക് വന്നു ചേരുവാൻ ഇടയായിത്തീരും. ആമേൻ. അപ്പൊ അടുത്ത് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയാം? ഇതൊക്കെ നടക്കോ വാസ്ത എന്ന് ചോദിക്കുന്നവനാരാ? അഭിഷേകമില്ലാത്തത് അല്ലേ? ഇതൊക്കെ നടക്കോ വാസ്തവ ചോദിക്കുന്നവനാരാ? അഭിഷേകമില്ലാത്തവൻ. ഇതൊക്കെ നടക്കുന്ന വല്ല കാര്യം പറയുന്ന വാസ്തവ ചോദിക്കുന്നവനാരാ? അഭിഷേകമില്ലാത്തവൻ. അതാ വിഷയം. ആത്മാവുള്ള ഒരുവരും പോലും അതിനെ സംശയിക്കുന്നില്ല. കാര്യം അവൻ രുചിച്ചറിയുന്നുണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം.
താൻ കൃപയിൽ ഇരിക്കുന്നത് അനുഭവിക്കുന്നത് പോലെ ഒരു സഭയിലുള്ള അത്രയും പേര് ദൈവകൃപയിൽ ഇരുന്നാൽ അവിടെ പ്രശ്നമില്ലെന്ന് അറിയുന്നവർക്കെല്ലാം അറിയാൻ മനസ്സിലാകും ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഈ പദ്ധതിയിലേക്ക് വന്നാൽ മറ്റൊരു കലക്കത്തിന്റെ ഇടയിൽ ഉണ്ടാകില്ല, മാനുഷികമായ ഒരു പ്രശ്നത്തിന്റെ ഇടയിൽ ഉണ്ടാകില്ലെന്ന് നല്ലപോലെ അറിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ചോദ്യം അവിടെ എഴുന്നേൽക്കുവോ? ചോദ്യോടെ എഴുന്നേൽക്കുവോ? സഭയ്ക്കകത്ത് ഈ കൂടുതൽ സംശയമുള്ള ആർക്കാണെന്നറിയാവോ? അഭിഷേകമില്ലാത്തവനാണ്. ആത്മാവില്ലാത്തവർക്കാണ് ഈ സംശയം മുഴുവൻ നിൽക്കുന്ന കാര്യം. എല്ലാ ആത്മീയ കാര്യവും അവൻ സംസാരിച്ച് സെറ്റപ്പ് ചെയ്ത് മാനുഷികമാക്കിയിട്ട് വേണം ഇവര് വീട്ടിൽ പോകാൻ. എങ്ങനെയുണ്ട്? അല്ല, അവനൊന്നും ഉറക്കം കിട്ടത്തില്ല. കാര്യം അടുത്ത ദിവസം തിരിച്ച് സഭയിലേക്ക് വരുമ്പോൾ ആത്മീയമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോയാൽ ഇവന്റെ കഷ്ടത്തിൽ പല കാര്യങ്ങളും ഇരിക്കാതെ വരും. പലരുടെ കയ്യിൽ പലതും ഒതുക്കാൻ വേണ്ടിയാണ് ആത്മാവിൽ നടത്തപ്പെടാതെ മാനുഷികമാക്കി കൊണ്ടു നടക്കുന്നത്. തിരിച്ചറിയണമേ, ചതി തിരിച്ചറിയണം. ഹല്ലേലൂയ. ആത്മാവിൽ സ്വതം ചലിക്കുന്നവർ അവളെ ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിക്കുവാൻ ഇടയായി തീരണം. വായിച്ചാട്ടെ. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധനം ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. സഹോദരന്മാരെ, ഞാൻ ഇവിടെ ശ്രദ്ധിക്കണം, ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു. 5-ാം വാക്യം ഒന്നുകൂടെ വായിച്ച, അന്യഭാഷകൾ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധനവ് ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. അപ്പോൾ സഭയ്ക്കകത്ത് വലിയവനും ചെറിയവനൊക്കെ ഉണ്ടോ? ഉണ്ട്. അപ്പൊ ചോദിക്കും, അതേ ശരിയാ, ഞങ്ങൾക്കും അറിയാം കാശുള്ളവനും കാശില്ലാത്തവനും. അല്ല, അതല്ല, അതൊന്നും ഇവിടെ വിഷയമല്ല. പിന്നെ എന്നാ വിഷയം? ഇവിടെ വലിയവനും ചെറിയവനും ഉണ്ട് സഭയ്ക്കകത്ത്. എങ്ങനെയാ വലിയവനും ചെറിയവനും? അന്യഭാഷ പ്രാപിച്ച് പ്രവചിക്കുന്നവൻ വലിയവൻ. അന്യഭാഷ മാത്രമേ ഉള്ളൂ, വ്യാഖ്യാനമൊന്നും വന്നില്ല, അവൻ ചെറിയവനാ. അപ്പൊ ഒരു വരവില്ലാത്തവൻ എവിടെ കിടക്കും? ഒരാത്മാവില്ലാത്തവൻ എവിടെ പോയിരിക്കും? അല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ആത്മാവില്ലാത്ത വ്യക്തി എവിടെ പോയിരിക്കും? അപ്പോൾ മനസ്സിലാക്കണം, അന്യഭാഷ പ്രാപിച്ച വ്യക്തി പ്രവചിക്കുന്നുവെങ്കിൽ സഭയ്ക്ക് ആത്മീയവർദ്ധന വരുത്തുന്നു. അവൻ ഒന്നാമത്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്ന അന്യഭാഷയുണ്ട്, പക്ഷേ പ്രവചനമില്ല, വ്യാഖ്യാനമില്ല, അന്യഭാഷ മാത്രമേ ഉള്ളൂ. അത് ഞാനും കുറെ കണ്ടിട്ടുണ്ട്. നമ്മൾ ശക്തമായി ആരാധിക്കുവാനായിട്ട് ഡ്രമ്മിട്ട് അടിക്കുന്ന സമയത്ത് എല്ലാവരും കൈയടിച്ച് അന്യഭാഷ പറയുന്നുണ്ട്. പക്ഷെ ഇവനെയാണ് കുറച്ചേരം ഇവനെ കുറിച്ച് പിന്നെ പാപത്തിന് ബോധം വരുത്തണം, അല്ലെങ്കിൽ യാതൊരു തിരിച്ചറിവില്ലാതെ കിടക്കുന്ന ഇവന്റെ വിഷയത്തിലേക്ക് വരും. നമ്മൾ ചെന്ന് പ്രാർത്ഥിക്കുന്നത് അവന്റെ ദൈവസാന്നിധ്യമില്ല. അപ്പൊ ഇവന് ഏത് ആത്മാവിലെ ഈ ഡ്രം അടിക്കുമ്പോ കയറി വരുന്ന ആത്മാവ് ഏതാ? ഡ്രം അടിക്കുമ്പോ അല്ല, വേണ്ട സ്തോത്രം, ഈ ഇൻസ്ട്രുമെന്റ്സ് മ്യൂസിക്കിന്റെ സമയത്ത് വർഷിപ്പിന്റെ സമയത്ത് മാത്രം വരുന്ന ആത്മാവ്. അത് കഴിഞ്ഞ് പിന്നെ ഈ ആത്മാവില്ല. അത് കഴിഞ്ഞ് ചത്തതിനൊത്തമായിട്ട് ഇങ്ങനെ ഇരിക്കും. അതിന് കാരണം എന്നാ? അവൻ ആ സഭയിൽ മിണ്ടാതിരിക്കണം. അവൻ ചെറിയവനാണ്. കാര്യം ഇപ്പോഴും അവൻ എന്തോ പറയുന്നുണ്ട്, അവന് തന്നെ അറിയത്തില്ല അതെന്നാന്ന്. അപ്പൊ അവൻ എന്തോ കേട്ടുകേൾവിയുടെ പുറകിലാണെന്ന് ഓർക്കണം. ഈ അന്യഭാഷ പറഞ്ഞ ചിലര് കൃപ പ്രാപിച്ചവരുടെ അന്യഭാഷ അതുപോലെ കോപ്പി അടിക്കും, അതുപോലെ കൈയടിക്കും, അതുപോലെ പുറമെ കാണുന്ന ആ പ്രകൃതങ്ങളെല്ലാം കാണിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം കാണിക്കും. സംഭവം ആള് വ്യാജന. ആമേൻ. സംഭവം ആള് വ്യാജനാണ്. മനസ്സിലാകുന്നുണ്ടോ? കാര്യം ഇവർ എത്ര നാൾ കഴിഞ്ഞാൽ ഇവർക്ക് മാറ്റമില്ല. അതാണ് ഇതിന്റെ അത്ര വിഷയം. ഈ ആത്മാവ് പ്രാപിക്കാത്തവര്, ഈ അന്യഭാഷ പറയുന്നവർ, വ്യാഖ്യാനിക്കാൻ കഴിയാതിരിക്കുന്ന അന്യഭാഷയുള്ളവർ ശ്രദ്ധിച്ചോണം. അവർക്ക് ക്രിസ്തുവിനെ കുറിച്ചോ ദൈവത്തെ കുറിച്ചോ യാതൊരു വെളിപ്പാടോ തിരിച്ചറിവോ ഇല്ലാതെ അന്യഭാഷ മാത്രമുണ്ട്. അങ്ങനെയുള്ളവരുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെയുള്ളവർ സഭയിൽ ചെറിയവരാണ്. അവർക്ക് പ്രത്യേകിച്ച് പ്രാധാന്യം കൊടുക്കരുത്. കാര്യം അവരിൽ പകർന്നിരിക്കുന്ന കൃപ എന്താണെന്ന് വിവേചിച്ച് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും അനുഭവമില്ല. അത് തിരിച്ചറിവില്ലാതെ നടക്കുന്നവരാണ്. വായിച്ചാട്ടെ. സഹോദരന്മാരെ, ഞാൻ വെളിപ്പാടായിട്ടോ ജ്ഞാനമായിട്ടോ പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ നിങ്ങളോട് സംസാരിക്കും. അവിടെ നിന്ന് അപ്പോൾ മനസ്സിലാക്കണം, അന്യഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തി മർമ്മങ്ങളെ സംസാരിക്കുന്ന. ആ മർമ്മങ്ങൾ വ്യാഖ്യാനിച്ചാൽ എന്തൊക്കെ പുറത്തു വരണം? വെളിപ്പാട് പുറത്തു വരണം, ജ്ഞാനം പുറത്തു വരണം, പ്രവചനം പുറത്തു വരണം, ഉപദേശം പുറത്തു വരണം. അപ്പൊ ഈ ഉപദേശമില്ലാത്ത സഭകൾ കണ്ടിട്ടുണ്ടോ? ജ്ഞാനമില്ല, വെളിപ്പാടില്ല. ഈ ചിലർക്ക് വെളിപ്പെടുന്നത് മകനെ നിന്നെ ഉയർച്ചയിലേക്ക് കൊണ്ടുവന്ന് കാണുമോ? ഇത് വേറെ സാധനമാണ്. അത് ഈ ബൈബിളുമായിട്ടോ ഇതിലെ പരിശുദ്ധാത്മാവുമായിട്ടോ ഒന്നും ഒരു ബന്ധവുമില്ല. പിന്നെ എന്താണ് അന്യഭാഷയിൽ സംസാരിക്കുന്നത്? ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകളാണ് പ്രാപിക്കുന്നത്.
ഞാൻ പറയാം കേട്ടോ, നമ്മൾ പെന്തക്കോസിന്റെ അനുഭവം എന്ന് പറയുന്നത് വലിയ അനേകരുണ്ടല്ലോ, അനേക സഭകളും കാര്യങ്ങളുണ്ടല്ലോ. പക്ഷെ ഞാനൊരു കാര്യം പറയാം കേട്ടോ, ഇതിൽ അഭിഷേകം പ്രാപിച്ച് വിളിക്കപ്പെട്ടവരെ സൂക്ഷ്മ ന്യൂനപക്ഷമാണ്. എല്ലാ പെന്തക്കോസ് സഭയിൽ സകല വിശ്വാസികളെ നിരത്തി നിർത്തിയിട്ട് അതിന്റെ നടുവിൽ പറയാൻ ഒറ്റ ദൂതേ ഉള്ളൂ. ഇതിൽ ദൈവാത്മാവിൽ നടത്തപ്പെടുന്ന, ആത്മാവിൽ ചലിക്കപ്പെടുന്ന വ്യക്തികൾ ഇതിനകത്ത് സൂക്ഷ്മ ന്യൂനപക്ഷമേ ഉള്ളൂ. വളരെ വളരെ ബഹുപുരുഷാരം ഇന്നും എന്താ ചെയ്തോണ്ടിരിക്കുന്നതെന്ന് ഇന്നും അറിവില്ലാതെ നിൽക്കുന്നവരാണ്. കാര്യം അവരിൽ എന്താ സംഭവിക്കുന്നത്? ഈ കള ഒത്തിരി ഉണ്ട്. ഈ കളയും കതിര് വേദന ചോദിച്ചാൽ ഈ അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമില്ല, സംഭവം കളയാണ്. അന്യഭാഷയുണ്ട്, അതിന് പൊരുളില്ല, സംഭവം കളയാണ്. കതിരാണെങ്കിൽ അതിന് പൊരുളുണ്ട്. നീ അന്യഭാഷയിൽ സംസാരിച്ച് ദൈവത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ നിനക്ക് വെളിപ്പാടുകളുണ്ട്. വചനത്തിന്റെ മർമ്മങ്ങൾ സംസാരിക്കണം. വെളിപ്പാടായിട്ടോ, അവിടെ പറയുന്നതൊക്കെയാണ്, വെളിപ്പാടായിട്ടോ, ജ്ഞാനമായിട്ടോ, പ്രവചനമായിട്ടോ, ഉപദേശമായിട്ടോ. ഇതിന്റെ അകത്ത് സ്തോത്രം ഹല്ലേലൂയ, കുറെ പേര് ഈ ഉപദേശം കാണത്തില്ല, പിന്നെ ജ്ഞാനം കാണില്ല, പിന്നെ ആളുകൾ വെളിപ്പാടും പ്രവചനം, ആ രണ്ട് സാധനം ഇവർക്ക് വെളിപ്പെടുന്ന ചില വെളിപ്പാടുകളാണ്. അത് കേട്ട് കഴിഞ്ഞാൽ അറിയാം അത് വെളിപ്പാടല്ല, വെളിവുകേടാന്ന് മനസ്സിലാവും. ഒന്ന്. രണ്ടാമത്, വെളിപ്പാടാണ് ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തണം. കൊലോസ്യ ലേഖനം എടുത്തു വെച്ച് നോക്കണം, അതിൻ്റെ അകത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത് നോക്കണം. നിന്റെ വെളിപ്പാട് കൂടെ ഒരു പേപ്പറിൽ എഴുതി നോക്കണം, ഇത് രണ്ടും കൂടെ ഒക്കുവോ നോക്കണം, അല്ലേ? കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പാടുകളുണ്ട്. എല്ലാ ലേഖനങ്ങളും ഉണ്ട്, ഞാൻ കൊലോസ്യ ലേഖനം എടുത്തേ ഉള്ളൂ. അതിന്റെ അകത്ത് വെളിപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പാടുകൾ നമ്മൾ കണ്ടല്ലോ. അത് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വെളിപ്പെടുന്ന വെളിപ്പാടുകളെല്ലാം കൂടെ നമ്മൾ എഴുതി വെക്കണം. അത് രണ്ടും കൂടെ എവിടെയെങ്കിലും ബന്ധമുണ്ടോ നോക്കണം. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും സ്തോത്രം എന്തെങ്കിലും കർത്താവിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്നതിന്റെ എല്ലാം പുറകെ സ്തുതിപാഠകരായിട്ട് നടക്കുകയാണ് ഇന്ന് പുരുഷാരം. എന്തെങ്കിലും കിട്ടിയാൽ മതി, പ്രത്യേകിച്ചൊന്നും വേണ്ട, എന്തെങ്കിലും വന്നാൽ മതി, അവന്റെ നാമത്തിൽ എന്തെങ്കിലും നടന്നാൽ മതി, എന്തെങ്കിലും സംഭവിച്ചാൽ മതി എന്നുള്ള ആ ചിന്തയോടുകൂടെ നടക്കുന്ന ഒരു വലിയ മേഖലയാണിത്. അതിന്റെ നടുവിൽ നിന്ന് സൂക്ഷിച്ചൊഴിയുവാൻ കൃപ പ്രാപിച്ചവര് ദൈവസന്നിധിയിൽ ശരണപ്പെടണം. ആമേൻ, ആമേൻ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്സോദം വായിച്ചാട്ടെ. സഹോദരന്മാരെ, ഞാൻ വെളിപ്പാടായിട്ടോ, ജ്ഞാനമായിട്ടോ, പ്രവചനമായിട്ടോ, ഉപദേശമായിട്ടോ നിങ്ങളോട് സംസാരിക്കാതെ. ശ്രദ്ധിക്കണം കേട്ടോ, ഇതൊന്നും ചിലർക്ക് വർഷങ്ങളായിട്ട് അന്യഭാഷ പറയുന്ന ചിലർക്ക് ഈ 4 കാര്യമില്ല. ഉപദേശമില്ല, വെളിപ്പാടില്ല, ദർശനമില്ല, അല്ലെ വെളിപ്പാടില്ല, ജ്ഞാനമില്ല, ഉപദേശമില്ല, അല്ലേ? പ്രവചനമില്ല, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. പിന്നെ എന്താണ്? അന്യഭാഷ മാത്രമുണ്ട്. എല്ലാവരും അന്യഭാഷ പറയുമ്പോൾ ഇവനും തുടങ്ങും. ആമേൻ. ഒരിടത്തുനിന്ന് ഒരു വീട്ടില് രാത്രിയിൽ ഒച്ച വിടുമ്പോൾ മറ്റേ വീട്ടിലും എല്ലാം അപ്പുറത്ത് കിടന്ന് ഒച്ച വിടും. ഈ വീട്ടിൽ ഒച്ച നിൽക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിന്റെ ഒച്ച നിൽക്കും. അത്രേ ഉള്ളൂ. അങ്ങനെ പോകുന്നവരുണ്ട്. ഞാനൊരു കാര്യം പറയാം, സംഭവം കളയാണ്. നമുക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യം വരും. അങ്ങനെയൊക്കെ പറഞ്ഞാ ഇത് മുമ്പോട്ട് പോകണ്ട. ദൈവത്തിനുള്ള ദൈവം കൊണ്ടുപോയി. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും. കർത്താവിന്റെ ആടുകൾ കർത്താവിന്റെ ശബ്ദം കേൾക്കും. നിനക്കെന്നെ ഇതിന്റെ കാര്യം? ഹല്ലേലൂയ. അപ്പൊ പറയും ഞാൻ സ്നാനപ്പെട്ടതാണ്. അതും വിശ്വസിച്ചിട്ടല്ലോ. വിശ്വസിച്ചാണെങ്കിൽ നിന്റെ മേലെ അഭിഷേകം വരണ്ടേ? അഭിഷേകം വന്നാൽ നീ സ്വന്തം കൃപയ്ക്കടുത്തോളം നിൽക്കില്ലേ? ഹല്ലേലൂയ. നിനക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തത്തില്ലേ? പിന്നെ എവിടെയാ സംഭവിച്ചു കിടക്കുന്നേ? ഞാനൊരു കാര്യം പറയാൻ കേട്ടോ, കർത്താവിന്റെ വരവ് വാതിക്കലായിരിക്കുകയാണ്, വളരെ അടുക്കിലിരിക്കുക. ഇന്ന് 2000 വർഷം മുമ്പ് ഇതാണ് സഭയ്ക്കകത്തെ അവസ്ഥ എങ്കിൽ ഇന്ന് അതിലൊക്കെ എത്രയോ വഷളായി കഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. വായിച്ചാട്ടെ. നിങ്ങളുടെ അടുക്കൽ വന്ന എന്തു പ്രയോജനം? കുഴൽ, വീണ എന്നിങ്ങനെ നാദം കൊടുക്കുന്ന നിർജീവ സാധനങ്ങൾ തന്നെയും നാദഭേദം കാണിക്കാതിരുന്നാൽ അതായത് അന്യഭാഷ അടയാളമുള്ള വ്യക്തി ആത്മാവിൽ പ്രാപിക്കുന്ന മർമ്മങ്ങൾ പ്രവചനമാണോ, വെളിപ്പാടാണോ, ദർശനമാണോ, ഉപദേശമാണോ എന്ന് വ്യക്തമായി അതാത് ഉപകരണങ്ങൾ ഏതാണെന്ന് വ്യക്തമാക്കുന്നത് പോലെ ഈ 4 കാറ്റഗറിയിൽപ്പെട്ട ഏതാണെന്ന് വെളിപ്പെടാത്തിടത്തോളം ഇതെങ്ങനെ മനസ്സിലാക്കുക ഇവർ ആത്മാവിലാണെന്ന്? അങ്ങനെയല്ലേ എഴുതി വെച്ചിരിക്കുന്നത്? വായിച്ചേ. കാഹളം തെളിവില്ലാത്ത
നാദം കൊടുത്താൽ ഇപ്പോ സഭകളുടെ അകത്ത് തെളിവില്ലാത്ത നാദങ്ങളാണ് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പടയ്ക്ക് ആരൊരുങ്ങും? അതായത് മനസ്സിലാക്കണം, ആത്മാവിൽ വെളിപ്പെടുത്തുന്ന ആത്മീക ദൂതുകൾ അതേ ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്നവർ കേൾക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഇത് കൈയടിക്ക് എന്ന് പറഞ്ഞിട്ട് കൈയടിപ്പിക്കുന്ന പരിപാടി, സ്തോത്രം പറയുന്ന പറഞ്ഞ പരിപാടിയൊന്നുമല്ല. പിന്നെ എന്താണ്? അഭിഷേകം പ്രാപിച്ചവർ അതാത് സ്ഥലങ്ങളിൽ കർത്താവിന്റെ മഹത്വവും വെളിപ്പാടും ദർശനങ്ങളും ആ ഇടത്തിൽ വെളിപ്പെടുമ്പോൾ സ്വതവേ ദൈവത്തിന് മഹത്വം കൊടുക്കുക. അവരിൽ ഇരിക്കുന്ന ആത്മാവ് അവരെ ആരാധിക്കുവാനായിട്ട് നടത്തുകയാണ്. ആർക്കും അവിടെ മഹത്വം എടുക്കാനോ ആരെങ്കിലും പ്രത്യേകം ഉയർത്താനോ ഒന്നും അവിടെ ഇടയില്ല. ഇതിന്റെ ഇടയിലാണെന്ന് ഓർക്കണം ഈ കൃപ നഷ്ടപ്പെട്ട പ്രസ്ഥാനങ്ങൾ വലിഞ്ഞു കയറുന്നത്. ഇതിന്റെ ഇടയിലാണ് കയറുന്നത്. ഹല്ലേലൂയ. ഇതിന്റെ ഇടയിൽ വ്യാജന്മാരെ തിരികെ വെച്ചുകൊണ്ട് ഞങ്ങളാണ് ദൈവത്താൽ നടത്തപ്പെടുന്നവരെന്ന് പറഞ്ഞ് വെളിപ്പാടോ ദർശനമോ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ ഒന്നും പറയുവാൻ പ്രാപ്തിയില്ലാത്തവർ വിശ്വസ്ത ഭക്തന്മാരാണെന്ന് കണ്ട് മുമ്പിൽ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അവിടെയാണ് ചതി നടക്കുന്നത്. അമ്മേൻ വായിച്ചാട്ടെ. അതുപോലെ നിങ്ങൾ നാവ് കൊണ്ട് തെളിവായ വാക്ക് ഉച്ചരിക്കാതിരുന്നാൽ സംസാരിക്കുന്നത് എന്തെന്ന് എങ്ങനെ അറിയും? അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടാണ് അന്യഭാഷ തെറ്റാന്ന് ആത്മാവില്ലാത്തവർ പറഞ്ഞു നടക്കുന്നത്. അഭിഷേകമുള്ള ഒരുത്തം പോലും അത് പറയുന്നില്ല. അന്യഭാഷ പ്രാപിച്ച ഒരുത്തം നീ പ്രാപിച്ച കൃപയ്ക്കൊത്തവണ്ണം അന്യഭാഷ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മകനെ നിനക്ക് തെറ്റിപ്പോയി എന്നേ പറയുള്ളൂ. പ്രാപിച്ചവൻ അറിയാം, കേക്ക് നിന്നവൻ അറിയാം, അതിന് പുളിയല്ല, അതിന് എരിവല്ല, അതിന് മധുരമാണ്. അവിടുത്തെ പറയാ കേക്കിരിക്കുന്ന കണ്ടിട്ട് അത് ഭയങ്കര എരിവ, വായി വെക്കാൻ കൊള്ളത്തില്ലെന്ന് പറയും. അതെന്നാ കാരണം? ഇതുപോലെ തന്നെയാണ് ഇവിടെ ഈ വ്യത്യാസം ഏതാന്ന് മനസ്സിലാകുന്നത് പ്രാപിച്ചവന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യം, വാക്കുകൾ തെളിവായിട്ട് പറയണം. ശരിയാണ്, അത് തെളിവായിട്ട് പറയുന്നതാണ് പ്രവചനം. അത് വെളിപ്പാടാകട്ടെ, ദർശനമാകട്ടെ, ഈ പറയുന്ന ഒരു വെളിപ്പാടാകട്ടെ, ജ്ഞാനമാകട്ടെ, പ്രവചനമാകട്ടെ, ഉപദേശമാകട്ടെ, ഈ 4 കാര്യം മാനുഷിക ഭാഷകളിലാണ് പുറത്തു വരേണ്ടത്. മനുഷ്യർക്ക് മനസ്സിലാകുന്ന കാര്യത്തിലാണ് പുറത്തു വരേണ്ടത്. അല്ലാതെ അന്യഭാഷ പറഞ്ഞാൽ ആർക്കും പ്രത്യേകത ഉണ്ടാകുന്നില്ല. പിന്നെ എന്താണ്? അത് വെളിപ്പെടുത്തി പറയേണ്ടത് അവരവരുടെ ഭാഷകളിൽ. അവിടെ പ്രവചനം വേണം, വെളിപ്പാട് വേണം, അതുപോലെ എന്നത് വേണം, അടുത്ത് വേണം, ജ്ഞാനം വേണം, ഉപദേശം വേണം. അല്ലേ? ചിലർ ഉപദേശം മാത്രമേ പറയുള്ളൂ. പ്രവചനം തെറ്റാന്ന് പറയും. പ്രവചിക്കുന്നവർ പറയും സ്വതന്ത്രം. എന്താ പറയുന്നത്? സ്വതന്ത്രം. അവിടെ ജ്ഞാനത്തിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, ജ്ഞാനം ഒന്നും വലിയ കാര്യമൊന്നുമില്ല, പ്രവചനമില്ലെന്ന്. ജ്ഞാനം ഉള്ളവൻ പറയും പ്രവചനത്തിന്റെ ഒരു ആവശ്യമില്ല, മനുഷ്യന് അറിവുണ്ടാവുക വേണ്ടെന്ന്. ഇതൊക്കെ തെറ്റാണ്. ഇതെല്ലാം വേണമെന്നുള്ള ദൈവത്തിന് വചനം പറയുന്നത്. ഈ തമ്മിലുള്ള ഈ കുത്തും ഇടിയും മാറ്റിയിട്ട് ദൈവവചനം പറയുന്നത് മനസ്സിലാക്കിയെടുക്കുവാനാണ് കൃപ പ്രാപിക്കേണ്ടത്. സ്വതന്ത്രാളി ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവജ്ഞാനം കൊടുക്കുന്നു, മർമ്മങ്ങളെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക. ആ ജ്ഞാനത്തിൽ സംസാരിക്കുന്ന വ്യക്തിയുടെ ജ്ഞാനത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു വലിയൊരു ഓഡിയൻസ് വന്നിട്ട് പറയുക, അങ്ങനെയാണ്, ഇനി മുതൽ ഈ കാര്യം മാത്രം സഭ കേട്ടാൽ മതി, ഈ പ്രവചനവും വെളിപ്പാടൊന്നും പറഞ്ഞുകൊണ്ട് മനുഷ്യനെ കളിപ്പിക്കേണ്ടെന്നൊരു വലിയൊരു ഗ്രൂപ്പ് പറഞ്ഞാൽ പ്രവചനം വെളിപ്പാട് ഇല്ലാതാവോ? ഇത് സഭയുടെ ആത്മീക വർധനു വേണ്ടിയാണ്. സഭ ഈ 12 ഗോത്രവും ഇസ്രായേൽ മക്കൾ മുമ്പോട്ട് പോയതുപോലെ വഴിയിൽ പല വിധത്തിലുള്ള ചതികൾ, യുദ്ധങ്ങൾ, പോരാട്ടങ്ങളുണ്ട്. ഈ 4 കാറ്റഗറി മുമ്പിലുണ്ടെങ്കിൽ മാത്രമേ പലവിധ പ്രശ്നങ്ങളുടെ നടുവിലൂടെ സഭ മുമ്പോട്ട് പോകത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ജ്ഞാനമുള്ളവൻ പറയും നമുക്ക് ഇങ്ങനെ കുത്തിയിരുന്ന് പഠിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട, പ്രവചനം അന്യഭാഷ അതൊക്കെ വളരെ തെറ്റാ, ഇത് മാത്രം മതി. നിനക്കത് ഇഷ്ടമാണെന്ന് വെച്ച് സഭയ്ക്ക് അത് മാത്രമല്ല ദൈവം വെച്ചിരിക്കുന്നത്. ഇവിടെ ചിലതിനെ എടുത്തു വെച്ചുകൊണ്ട് ദൈവത്തെ തന്നെ ഇല്ലാതാക്കുന്ന വർത്താനം പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലേ? ഹല്ലേലൂയ. വായിച്ചാട്ടെ. അതുപോലെ നിങ്ങളും നാവുകൊണ്ട് തെളിവായ വാക്ക് ഉച്ചരിക്കാതിരുന്നാൽ സംസാരിക്കുന്നത് എന്തെന്ന് എങ്ങനെ അറിയും? അടുത്ത് വായിച്ചാട്ടെ. കാറ്റിനോട് സംസാരിക്കുന്നവർ ആകുമല്ലോ. അവിടെ പൗലോസ് ഒന്ന് ചെറിയൊരു ഞുള്ളു തന്നതാ. കണ്ടോ? കാര്യം ഭയങ്കര കഴിവാ. ചിലർക്ക് അന്യഭാഷ മാത്രം പറഞ്ഞുകൊണ്ട് നടക്കും. ഭയങ്കര പ്രാർത്ഥിക്കുന്ന അന്യഭാഷ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. വ്യാഖ്യാനം ഒന്നും അറിയത്തില്ല. ഒന്ന് മലയാളത്തിൽ പ്രാർത്ഥിച്ചേ ഒന്നും അറിയാൻ പറ്റില്ല. അതിന്റെ തോരു സാധനമില്ല. ഇവൻ പ്രാപിച്ചത് വെളിപ്പാടാണ്, വെളിപ്പാട് വരണ്ടേ? പ്രാപിച്ചത് പ്രവചനമാണ്, പുറത്തു വരണ്ടേ? ജ്ഞാനമാണ്, അത് വരണ്ടേ? അപ്പോൾ മലയാളത്തിൽ അവൻ പ്രാർത്ഥിക്കുമ്പോൾ അറിയാം ഇവനിൽ കൃപ പ്രാപിച്ചിട്ടുണ്ടോ എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? 15 വർഷം മുമ്പ് വിശ്വാസത്തിൽ വരുമ്പോൾ പ്രാർത്ഥിച്ച അതേ ക്വാളിറ്റിയിലാണ് ഇന്ന് നിൽക്കുന്നെങ്കിൽ നിനക്ക് കാര്യമായ കുഴപ്പമുണ്ട്. ഒരു കുഴപ്പമുള്ള ആത്മാവില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്രശ്നമേ ഉള്ളൂ, അഭിഷേകമില്ല. വേറെ പ്രശ്നമൊന്നുമില്ല, അഭിഷേകമില്ല. വായിച്ചാട്ടെ.
ലോകത്തിൽ ആ വിവിധ ഭാഷകൾ ആ അനവധിയുണ്ട്. ആ അവയിലൊന്നും ആ. തെളിവില്ലാത്തതല്ല. അല്ല. ആ തെളിവില്ലാത്തതല്ല. ഞാൻ ആ. ഭാഷ അറിയാതിരുന്നാൽ ആ. സംസാരിക്കുന്നതിന് ഞാൻ ആ ബർബരൻ ആയിരിക്കും. ഞാൻ ഭാഷ അറിയാതെ ഞാൻ ബർബരനായിരിക്കും. സംസാരിക്കുന്നവൻ ആ എനിക്കും ബർബരനായിരിക്കും. അതായത് കൊരിന്ത് സഭയ്ക്കകത്ത് ഭയങ്കര അന്യഭാഷയുണ്ട്, ഒറ്റ എണ്ണത്തിന് എന്റെ വ്യാഖ്യാനമില്ല. അപ്പൊ പൗലോസ് പറഞ്ഞു മക്കളെല്ലാം നിർത്തിക്കോളാൻ പറഞ്ഞു. അതാണ് ഇപ്പൊ ഇങ്ങനെ ലേഖനം എഴുതി കൊടുത്ത് ഒത്തിരി പേര് ഒച്ച മാത്രമേ ഉള്ളൂ, സംഭവം പുറത്തില്ല. അന്യഭാഷയും പറഞ്ഞ് ചെന്നിട്ട് സ്വന്തം ഭാര്യയ്ക്കത്ത് ഇടിക്കുന്ന ഭർത്താവും അല്ലെങ്കിൽ ഭർത്താവിന് കഞ്ഞി കൊടുക്കാത്ത ഭാര്യയൊക്കെ ഭർത്താവ് ഭാര്യയ്ക്കും കൊടുക്കില്ല, ഭാര്യ ഭർത്താവിനും കൊടുക്കില്ല. ഇവർ രണ്ടൊരു ഭയങ്കര അന്യഭാഷ, ഭയങ്കര ഒരു ഡെലിവറൻസ് മിനിസ്ട്രിയാണ്. അന്യഭാഷയെ തന്നെ എഴുന്നേൽക്കുന്നു രാവിലെ കൂർക്കം വലിച്ചിട്ട് പിന്നെ അന്യഭാഷന് തുടങ്ങും. അലലിയ സ്വന്തം കിടന്നുറങ്ങുന്ന നേരത്തെ അന്യഭാഷ പറഞ്ഞാൽ കിടന്നുറങ്ങുന്നത്. വീട്ടിൽ കലകവും ബഹളവും സ്വന്തം എല്ലാ പാവസ്വഭാവവും ഉണ്ട്. എന്നാ കാര്യം? അങ്ങനെയുള്ളവരുടെ പരിപാടി നിർത്തിക്കോളാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. വായിച്ചാട്ടെ. ആ അവണ്ണം നിങ്ങളും അപ്പൊ ആത്മവരങ്ങളെ കുറിച്ച് മനസ്സിലായി. അന്യഭാഷ ഉണ്ടെങ്കിൽ വെളിപ്പാടായിട്ടോ ജ്ഞാനമായിട്ടോ ഉപദേശമായിട്ടോ, വെളിപ്പാടായിട്ടോ ജ്ഞാനമായിട്ടോ ഉപദേശമായിട്ടോ പ്രവചനമായിട്ടോ അതുണ്ടാകണം. അത് മാത്രം പോരാ. അന്യഭാഷ ഒരു വരമായിരിക്കുന്നതുപോലെ മറ്റ് കൃപാവരങ്ങളും നമ്മൾ പ്രാപിച്ചിരിക്കണം. അങ്ങനെയല്ലേ ഇവിടെ പറയുന്നത്? അവിടെ വായിക്കുന്ന വാക്യം എന്താണ്? ഒന്ന് വായിച്ചേ. ആ ആത്മവരങ്ങളെ കുറിച്ച് വാഞ്ചയുള്ളവരായിരിക്കുവിൻ, സഭയുടെ ആത്മീക വർധനവിനായി. അതായത് അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് ഈ ജ്ഞാനമാകട്ടെ, വെളിപ്പാടാകട്ടെ, പ്രവചനമാകട്ടെ, അതൊരു ഉപദേശമാകട്ടെ, ഈ 4 കാര്യങ്ങൾ സഭയുടെ വർധനവിനായിട്ട് പ്രാപിച്ചവർ മാത്രം സഭയിൽ സംസാരിക്കുക. വർഷങ്ങളോളം അന്യഭാഷ മാത്രമുണ്ട്, ഇവർക്ക് പൊരുളില്ല, വ്യാഖ്യാനമില്ല, ഒന്നും അറിയാൻ മേല. അങ്ങനെയുള്ളവരോട് വീണ്ടും പൗലോസ് പറയുന്ന കാര്യമാണ് സ്വന്തം വരങ്ങളെ നിങ്ങൾ പ്രാപിച്ചിരിക്കണം. അല്ലേ? ആത്മവരങ്ങളെ കുറിച്ച് വാഞ്ചയുള്ളവരാകണം. കാരണം എന്നാ? ഈ അന്യഭാഷ ഉണ്ട്, ഇതിന് പൊരുളും വ്യാഖ്യാനമൊന്നും ഇല്ലാത്തവര് സഭയുടെ ഗുണത്തിന് വേണ്ടിയല്ല നിൽക്കുന്നത്. അത് വലിയൊരു പ്രശ്നമാകട്ടോ. ശ്രദ്ധിച്ചവിടെ ഈ വ്യാഖ്യാനത്തിനായിട്ട്, ശുശ്രൂഷയുടെ മഹത്വത്തിനായിട്ട് ദൈവം കൊടുത്ത കൃപയ്ക്ക് അനുസരിച്ച് അന്യഭാഷയിൽ സംസാരിക്കുന്നത് പ്രവചനമാകട്ടെ, സ്വന്തം ഹല്ലേലൂയ ദർശനമാകട്ടെ, സ്വന്തം ജ്ഞാനമാകട്ടെ, ഉപദേശമാകട്ടെ, ഈ 4 കാര്യങ്ങൾ അവർക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുമ്പോൾ അത് സഭയിലാണ് ഉപയോഗിക്കുവാൻ ഇടയാകുന്നത്. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. എന്നാൽ അന്യഭാഷ പ്രാപിച്ചിട്ട് ഈ പറയുന്ന 4 കാര്യങ്ങൾ ഇല്ലാത്തവര് സഭയ്ക്ക് ഗുണം കൊടുക്കുന്നില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ അവർ അന്യഭാഷയിൽ മാത്രം സംസാരിക്കുന്നുണ്ട്, ആർക്കും മനസ്സിലാകുന്നില്ല. അവർ തമ്മിൽ പ്രാർത്ഥിക്കുമ്പോഴല്ല അന്യഭാഷയുണ്ട്. പിടികിട്ടിയോ? അങ്ങനെ വരുമ്പോൾ വീണ്ടും പൗലോസ് പറയുന്നു നിങ്ങൾ വരങ്ങളെ പ്രാപിക്കണം. ആ വരങ്ങൾ പ്രാപിച്ചിട്ട് നിങ്ങൾ സഭയ്ക്ക് സഭയുടെ ആത്മീക വർധനവിന് നിങ്ങൾ സഫലന്മാരാകണം. അതായത് മനസ്സിലാക്കണം, ദൈവത്തിൽ കർത്താവിന്റെ കൃപാവരങ്ങൾ ഏതെങ്കിലും പ്രാപിച്ചിട്ടുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ ആ വ്യക്തിയിൽ പകർന്നിരിക്കുന്ന അഭിഷേകവും ആ ശുശ്രൂഷയും സ്വന്തം കർത്താവ് നൽകിയിരിക്കുന്ന ലോക്കൽ ചർച്ചിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ്. മനസ്സിലാക്കണം, ലോക്കൽ ചർച്ച് എന്ന് പറയുന്ന അഭിഷേകം പ്രാപിച്ച വിശുദ്ധന്മാരാണ് ലോക്കൽ ചർച്ച്. ആ ചർച്ചിന്റെ അകത്ത് ആ വിശുദ്ധന്മാരുടെ ഇടയിൽ സ്വന്തം കർത്താവ് നൽകിയിരിക്കുന്ന വരങ്ങൾ അവിടെ ഉപയോഗിക്കുമ്പോൾ അവിടെ ആത്മീക വർധനവ് സംഭവിക്കും. എന്നാൽ സ്വത്രം ഇതിന്റെ അകത്ത് പെടാതെ ഇരിക്കുന്നത് അന്യഭാഷ ഉണ്ടായിട്ടും അത് വ്യാഖ്യാനിക്കാത്തവർ, അതിന്റെ പൊരുളുകൾ കിട്ടാത്തത്, ഈ 4 കാറ്റഗറിപ്പെട്ട ഒന്നുപോലും ലഭിക്കാതിരിക്കുന്നവരെ കൊരിന്ത് സഭയ്ക്കകത്ത് വളരെ സൂക്ഷിച്ചോണം. വായിച്ചാട്ടെ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാന വരത്തിനായി പ്രാർത്ഥിക്കട്ടെ. ശ്രദ്ധിക്കണം, അന്യഭാഷയിൽ സംസാരിക്കുന്നവന് വ്യാഖ്യാനം. അപ്പൊ വ്യാഖ്യാനിക്ക് ജ്ഞാനം അവന് ലഭിച്ചാൽ വ്യാഖ്യാനം കിട്ടിയത് കൊണ്ടാണ്. പ്രവചനം വന്നാൽ അവന് വ്യാഖ്യാനം കിട്ടിയത് കൊണ്ടാണ്. ദർശനം വന്നാൽ വ്യാഖ്യാനം കിട്ടിയത് കൊണ്ടാണ്. പിന്നെ ഉപദേശം വന്നാൽ വ്യാഖ്യാനം കിട്ടിയതുകൊണ്ട്. ഈ 4-ൽ ഏതെങ്കിലും ഒന്ന് ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ അവന് വ്യാഖ്യാനം കിട്ടിയത് കൊണ്ടാണ്. അപ്പോൾ അന്യഭാഷ പറയുന്നുണ്ട്, വ്യാഖ്യാനമൊന്നും ഇല്ലെങ്കിൽ ആ വ്യക്തിക്ക് പ്രശ്നമുണ്ട്. വ്യാഖ്യാനം ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറയാം, അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി സ്വതഹാലെ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ കർത്താവിന്റെ കൃപയിൽ ദൈവത്തിന്റെ വചനവും ജ്ഞാനവും ഉപദേശവും വെളിപ്പാടും എല്ലാം നൽകുമ്പോൾ അത് വ്യാഖ്യാനം ലഭിച്ചത് കൊണ്ടാണ്. അപ്പോൾ വ്യാഖ്യാനം ഇല്ലെങ്കിൽ വ്യാഖ്യാന വരത്തിനായിട്ട് പ്രാർത്ഥിക്കണം.
മനസ്സിലായോ? അപ്പോൾ അന്യഭാഷയുള്ളവരെല്ലാം എന്ത് ചെയ്യണം? ആദ്യം പ്രാർത്ഥിക്കേണ്ടത് പോലെ പ്രാർത്ഥിക്കണം. ഇനി തന്നിൽ പകർന്നിരിക്കുന്ന വരം എന്താന്ന് അത് തെളിവായി വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കേണ്ടത് പോലെ പ്രാർത്ഥിച്ചേ മതിയാകത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഏത് ആത്മാവാണ് ഈ വ്യക്തിയെ നയിക്കുന്നതെന്ന് ഒന്നാമത് പരിശോധിക്കണം. എല്ലാ അന്യഭാഷയും കേട്ട് അന്യഭാഷ പറഞ്ഞു അവൻ വിശുദ്ധൻ അന്യഭാഷ പറഞ്ഞു, അതുകൊണ്ട് ആ വ്യക്തി ദൈവഹിതത്തിലാണ്, അങ്ങനെ എണ്ണാൻ വരട്ടെ, വ്യാഖ്യാനം കേൾക്കട്ടെ, എന്നിട്ടറിയാം ആത്മീകനാണോന്ന് തെളിയാൻ. വായിച്ചാട്ടെ. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എന്റെ ബുദ്ധി അഫലമാകുന്നു. അതായത് അവന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന വെളിപ്പാടുകൾ ലോകത്തിലെ ഒന്നിനാലും ബന്ധമില്ലാത്തതാണ്. കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്ന ജ്ഞാനമാകട്ടെ, വെളിപ്പാടാകട്ടെ, പ്രവചനമാകട്ടെ, ദർശനമാകട്ടെ, അത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു കഴിയുമ്പോൾ അവന്റെ ബുദ്ധി അബലമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആമേൻ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ബുദ്ധി അബലമായി. ഇത് ഞാനാണോ പറഞ്ഞിരിക്കുന്നത്? അപ്പോസ്തലനായ പൗലോസാ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ ബുദ്ധി കൊണ്ട് ചിന്തിച്ച്, ഈ ആത്മാവിൽ വെളിപ്പെടുന്ന കാര്യമുള്ള ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അതിനെ കോട്ടരുത്. എന്നാൽ ആത്മാവില്ലാത്തവര് സഭയ്ക്കകത്തിരുന്നു കൊണ്ട് ആത്മീകമായി പ്രാപിക്കുന്നതിനെല്ലാം ബുദ്ധി കൊണ്ട് അളക്കും. അതാ വലിയ തെറ്റ്. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നവനും കുറ്റം പറയുന്നവനെല്ലാം പരിശോധിക്കണം. ആദ്യം പോയി ചോദിക്കണം, നീ അഭിഷേകം പ്രാപിച്ചതാണോടാന്ന് ചോദിക്കണം. അങ്ങനെ പ്രാപിച്ചതാണെന്ന് പറഞ്ഞാൽ ചോദിക്കും, സ്തോത്രം, ചില വിഷയങ്ങളുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കണം. കാര്യം ഈ 4 കാര്യങ്ങളാ: പ്രവചനം, ജ്ഞാനം, ഉപദേശം. ഈ കാര്യങ്ങളാണല്ലോ. ഈ 4 കാര്യത്തിൽ ഏതെങ്കിലും ഒരു കാര്യം നിനക്കുണ്ടോ എന്ന് ചോദിക്കണം. ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊന്ന് കേൾക്കട്ടെന്ന് ആദ്യം പറയണം. മനസ്സിലാകുന്നുണ്ടോ? ഒന്നേ അവൻ വചനമെടുത്ത് വ്യാഖ്യാനിച്ചാൽ ഉപദേശത്തിൽ നിൽക്കണം. ഉപദേശം വിട്ടു പോയാൽ മനസ്സിലാക്കണം വേറെ ആത്മാവാണ് സാധനം. അതുകൊണ്ട് അതൊക്കെ ഈ കാലത്തിൽ സഭയ്ക്കകത്ത് പരിശോധിക്കേണ്ട കാലമായി. ഇവിടെ ഒരു സ്തോത്രം വലിയൊരു ഓഡിറ്റോറിയം ഉണ്ട്, സ്തോത്രം 10-25,000 വാട്ട്സ് സൗണ്ടും വെച്ച്, സ്റ്റേജും കെട്ടി, ലൈറ്റ് അറേഞ്ചും വെച്ച്, ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരുന്നിട്ട് ജനം വന്ന് തുള്ളുക ഇതിന്റെ മുമ്പിൽ. ഏത് ആത്മാവാണ് ഇപ്പൊ നമ്മൾ യേശുവിന്റെ നാമത്തിലാന്ന്? എന്റെ പൊന്ന ദൈവമക്കളെ, അങ്ങനെ ഉള്ളിടത്ത് പോയി ചാടരുത്, ജീവിതം തകർന്നു പോകും. മനസ്സിലാകുന്നുണ്ടോ? വായിച്ചാട്ടെ. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എന്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും. ഇവിടെയാണ് ചിലര് വിളച്ചിൽ കാണിക്കുന്നത്. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയുന്നുള്ളൂ, ആത്മാവ് വേണ്ട. ഈ അങ്ങനെയല്ല പറഞ്ഞേക്കുന്നത്. നീ ദൈവസഭയുടെ നടുവിലാണെങ്കിൽ ദൈവസഭയെല്ലാം ആത്മാവിൽ പ്രാപിച്ചിരിക്കുന്നവരുടെ നടുവിലാണ് നീ നിൽക്കുന്നത്. നീ കൃപ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നീ പ്രാപിച്ച കൃപ മനുഷ്യന് തെളിവായ നീ വ്യാഖ്യാനിക്കണം. ആ വെളിപ്പെടുത്തുന്ന കാര്യം ജ്ഞാനമായിട്ടോ, വെളിപ്പാടായിട്ടോ, ദർശനമായിട്ടോ, ഉപദേശമായിട്ടോ വെളിപ്പെടണം. ജ്ഞാനമുള്ളവൻ പറയുക വെളിപ്പാട് വേണ്ട, പ്രവചനം വേണ്ട എന്ന് പറഞ്ഞാൽ അത് സൂക്ഷിച്ചോണം. പ്രവചനം ഉള്ളവൻ പറയുക ഉപദേശത്തിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ അത് സൂക്ഷിച്ചോണം. ഇവിടെ മനസ്സിലാക്കണം, പ്രവചനം എന്ന് പറഞ്ഞ് നടക്കുന്ന ചിലർക്ക് ഉപദേശം ഇഷ്ടമല്ല. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ തമ്മിൽ ഭിന്നിക്കുമ്പോൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് ഭിന്നതയുടെ ആത്മാവ് അല്ലെന്ന്. ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട വിഷയങ്ങളാണ്. വായിച്ചാട്ടെ. ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പാടും. ശ്രദ്ധിക്കണം, നീ ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലിയാൽ അറിയാതിരിക്കാന്നല്ല, തിരിയാതിരിക്കെ. അപ്പോൾ മനസ്സിലാക്കണം, മർമ്മങ്ങളും വെളിപ്പാടുകളും ഒരു വ്യക്തി സഭയ്ക്കകത്ത് വെളിപ്പെടുത്തുമ്പോൾ പ്രാപിക്കുന്നവരെല്ലാം അത് വിവേചിച്ച് അതിൽ നിന്ന് പ്രാപിച്ചെടുക്കുന്നവരെല്ലാം ആത്മാവിൽ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കും. അതായത് ദൈവസഭ കൂടുമ്പോൾ അതിൻ്റെ അകത്ത് വെളിപ്പെടുത്തുന്ന ആത്മീക മർമ്മങ്ങൾ, അതിന്റെ സ്റ്റാൻഡേർഡ് എല്ലാവർക്കും ബാധകമാണെന്ന്. അപ്പോൾ അത് വരവില്ലാത്ത ഒരുവൻ അകത്ത് വന്നിരുന്നിട്ട് ഇത് എന്നാണ് ഈ ഒച്ച, ഭയങ്കര ബഹളമാണല്ലോ ഈ പറയുന്നൊന്നും മനസ്സിലാകുന്നു. നീ ആരാ? നീ ആത്മാവില്ലാത്തവനല്ലേ? നീ പോയി മാനസാന്തരപ്പെട്ട് നിന്റെ പാപം ഏറ്റു പറഞ്ഞ് ആദ്യം സ്നാനപ്പെട്. മനസ്സിലാകും? നീ സ്നാനപ്പെട്ടിട്ട് ദൈവസന്നിധിയിൽ കാത്തിരിക്കുക, അഭിഷേകം പ്രാപിക്കുക. ഇത് വന്നു കയറുന്ന ഉപദേശത്തിലേക്കാണ് ചിലര്. ശ്രദ്ധിക്കണം, ഇതാണ് സഭയ്ക്കത്തുണ്ടാകുന്നത്.
വന്ന് ഉപദേശിക്കുന്നവരെല്ലാം. അപ്പോൾ മനസ്സിലാക്കണം, ആത്മാവിൽ ഒരു ദൂത് പറഞ്ഞാൽ അത് വിവേചിച്ച് അതിൻ്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്ന വിഷയം കേൾവിക്കാരനിലും ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കും. പ്രവചിക്കുന്ന വ്യക്തിയുടെ വായിലൂടെ പുറപ്പെട്ടു വരുന്ന മർമ്മങ്ങൾ ഓരോന്നും അതേ ആത്മാവിനാൽ തന്നെ കേൾവിക്കാരന്റെ ഉള്ളിലും ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തും. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. പ്രസംഗിക്കുന്നവനും ശ്രോതാവിനും ഒരുപോലെ ഇടപെട്ടുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇരിക്കുന്നത്. അവരിലും പ്രസംഗിക്കുന്നവരിലും കേൾവിക്കാരന്റെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുമ്പോൾ പ്രസംഗിക്കുന്നവരൊരു വിഷയം പറയുമ്പോൾ തന്നെ അതിന്റെ പൊരുളുകൾ വെളിപ്പെടുത്തി പരിശുദ്ധാത്മാവിടെ ഇടപെടുകയാണ്. ഈ ആത്മാവിന്റെ ഐക്യതയാണ് കാത്തു സൂക്ഷിക്കേണ്ടത്. ഈ ആത്മാവിന്റെ ഐക്യത ഉള്ള ഇടം മാത്രമാണ് ദൈവസഭ. മനസ്സിലാകുന്നുണ്ടോ? ഇത് ഉള്ള ഇടം. ഇത് സംഭവിക്കാതെ വെറുതെ ചടങ്ങ് പോലെ അവസരം മീറ്റിംഗ് നടത്തി കുറച്ച് പ്രസംഗം നടത്തി വീട്ടിൽ പോകുന്ന ഒന്നും ആത്മാവിലല്ല. കാര്യം ആത്മാവിൽ ചില ദൂതുകളെ വെളിപ്പെടുത്തുമ്പോൾ, ഞാനൊരു കാര്യം പറയും, ഒരു പ്രവചനം ഇപ്പൊ നമ്മൾ ആത്മാവിൽ നിൽക്കുമ്പോൾ അനേക ജനത്തിന് മുമ്പിൽ ആത്മാവിൽ പ്രവചിക്കുമ്പോൾ അവിടെ വന്നിരിക്കുന്ന വ്യക്തികൾ ആരാണ്, എവിടുന്നാണ്, എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പക്ഷെ അവർക്കെല്ലാം അഭിഷേകം ഉണ്ടെങ്കിൽ അവർ ഓരോരുത്തരിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഇവിടെ പ്രവചിക്കുന്നവന്റെ വായിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുവാൻ തുടങ്ങും. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് മുറിവേറ്റവൻ കാണും, തകർന്നിരിക്കുന്നവനും കാണും, ഉപദേശം കേൾക്കേണ്ടവനും കാണും, അല്ലെങ്കിൽ വെളിപ്പാട് പ്രാപിക്കേണ്ടവൻ കാണും. അവരവർക്ക് വേണ്ട ആത്മീക ആഹാരം അവരിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് കൊടുക്കും. ഇത് സംഭവിക്കുന്ന ഇടമാണ് ദൈവസഭ. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് അഭിഷേകമില്ലാത്ത ഒരുവനോ ഒരുവളോ അവൻ ആരായിരുന്നാലും അവൻ ആത്മാവില്ലാത്ത വ്യക്തിയെ അവർ ഈ കാറ്റഗറിക്കകത്ത് പുറത്താണ്. ഹല്ലേലൂയ. അന്യഭാഷ പ്രാപിച്ച വ്യക്തി വ്യാഖ്യാനിക്കണം, അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്നില്ലെങ്കിലും വ്യാഖ്യാന വരത്തിനായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഒന്നാമത് ഉയർന്നു നിൽക്കുന്ന വലിയവൻ ആരാണ്? അന്യഭാഷ പ്രാപിച്ചത് വ്യാഖ്യാനിക്കുന്നവൻ. വ്യാഖ്യാനിക്കുന്ന ചിലർ ഇതാണ് ഈ വചനം വചനം മറ്റൊരു വചനം കൊണ്ട് വെളിപ്പെടുത്തല്ല. ഒരു വചനം എടുത്ത് പിന്നെ അത് ഇങ്ങിട്ട് അടിക്കുക, അതല്ല. വചനം പറയുന്നത് എന്താണ്? ഈ അന്യഭാഷ പ്രാപിച്ച വ്യക്തിയിൽ ഹല്ലേലൂയ ദൈവത്തോട് സംസാരിച്ചാൽ അതിന്റെ മർമ്മങ്ങൾ പൊരുളുകൾ വെളിപ്പെടുത്തുമ്പോൾ അവിടെ ജ്ഞാനം വേണം, വെളിപ്പാട് വേണം, ദർശനം വേണം, ഉപദേശം വേണം. ഇത് നാലും പെടാതെ വല്ല കാര്യവും പറഞ്ഞുകൊണ്ട് നടക്കുന്നവനെ സൂക്ഷിച്ചോണം. ഹല്ലേലൂയ. നമ്മൾ യഥാർത്ഥത്തിൽ ഞാൻ ഏതിന്റെ പുറകെ കർത്താവെ പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നിലവിളിക്കുകയല്ല വേണ്ടത്. ഞാൻ ഏതിന്റെയൊക്കെ പുറകിൽ നിന്ന് പോക്കൽ ഇന്നു മുതൽ അവസാനിപ്പിക്കണം എന്നുള്ളത് ഓർത്താണ് കരയേണ്ടത്. മനസ്സിലാകുന്നു? ഞാൻ എന്നാ ചെയ്യേണ്ടെന്നല്ല, നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നിർത്താൻ വേണ്ടി ആദ്യം പ്രാർത്ഥിക്കുന്നത്. എങ്കിലാ നീ കാണേണ്ടത് കാണത്തുള്ളൂ. ഇന്ന് അനേകർ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നിർത്തേണ്ടത് വളരെ ആവശ്യമാണ്. ആമേൻ. ഞാൻ പറയാം, പെന്തക്കോസ്തിന്റെ നടുവിൽ ആത്മാവിൽ നടത്തപ്പെടുന്ന വിശുദ്ധന്മാർ സൂക്ഷ്മ ന്യൂനപക്ഷമാണ്. വായിച്ചോ. നീ നന്നായി സ്തോത്രം ചൊല്ലുന്നു സത്യം, മറ്റവന് ആത്മീക വർധന വരുത്തുന്നില്ല. കണ്ടോ? നീ നന്നായി സ്തോത്രം പറയുന്നു സത്യം, മറ്റവന് ആത്മീക വർധന വരുന്നില്ലെന്നാനും. അവനും ആത്മീക വർധനവ് വരുന്നില്ലതാനും. നിങ്ങൾ എല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എങ്കിലും സഭയിൽ 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നത്. കാരണം ഈ വാക്യം എടുത്താണ് അത് അഭിഷേകം പ്രാപിച്ചല്ല അന്യഭാഷയിൽ സംസാരിക്കുന്നവർക്ക് നേരെ കൊടുക്കുന്ന കുത്തി ഈ വാക്യം വെച്ചോണ്ട. ഇത് പൗലോസ് പറയുന്ന ഏത് അർത്ഥത്തിലാണെന്ന് മനസ്സിലാക്കാതെയാണ് ഈ ലൂസിഫർ കയറിയവന്മാർ ഇന്നെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. ലൂസിഫർ കയറുന്ന അവർക്ക് ഇത് കേൾക്കുമ്പോൾ ഇളകാൻ പറയും, അന്യഭാഷകൾ ഇളകാൻ പറയും. ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഈ വാക്യം എടുക്കും. എന്താ പറയുന്ന? സഭയിൽ 10,000 അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം പഠിപ്പിക്കേണ്ടതിന് ഈ ബുദ്ധി കൊണ്ട് 5 വാക്കുമായിട്ട് നടക്കുന്ന ഒത്തിരി അച്ചായന്മാരുണ്ട്. ഒറ്റ എണ്ണത്തിന് അഭിഷേകമില്ല. ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയാനുണ്ട്. കൊരിന്ത് സഭയുടെ അനുഭവം എന്താണെന്ന് ശ്രദ്ധിക്കണം. ആമേൻ. ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാ കാര്യം? 10,000 വാക്കുകൾ അന്യഭാഷയിൽ പറഞ്ഞിട്ടല്ല, ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയാം. ഞാൻ ഇന്നും ഓർക്കുന്നു, ഇതുപോലെ ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയാൻ നടക്കുന്ന ഒരു മഹാനെ എനിക്ക് ഓർമ്മയുണ്ട്. പുള്ളി ഒരു പഴയ ഒരു ഉപദേശിയായിരുന്നു. പുള്ളി ഒരു ഇടത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആത്മാവിൽ ആരാധന എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും പറയാം, എനിക്ക് ഈ അന്യഭാഷയിലൊന്നും വലിയ കാര്യമല്ല. പൗലോസ് എന്നാ പറഞ്ഞിട്ട് ഈ വാക്യം എടുക്കും. ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവൻ ഏതാണ്ട് ഇവന്റെ കഷത്തിൽ വെച്ചുകൊണ്ടിരുന്ന തിരുവഴുത്തിയതൊന്നും വ്യാഖ്യാനിക്കാൻ അറിയത്തില്ല.
എന്നാ ചെയ്യുന്നത് ഈ വാക്യം ഒന്ന് വായിക്കും. എന്താ വായിച്ചേ? ഒന്ന് വായിച്ചേ. എങ്കിലും സഭയിൽ 10,000 കണ്ടോ? സഭയിൽ 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്ന അവിടെ അവൻ കൊടുക്കുന്ന കുത്ത് ആർക്കട്ടും കൂടാന്നറിയാം. പൗലോസ് പറയുന്ന മറ്റൊരർത്ഥത്തിലാണ്. എന്നാൽ ഈ ചിലർ ഈ വാക്യം എടുത്തിട്ട് ആ ദൈവകൃപയിൽ ഇരിക്കുന്നവരുടെ കുത്തും. അപ്പൊ ചിരിക്കുന്ന ആരാന്നറിയോ? വർഷങ്ങളായിട്ട് അഭിഷേകം പ്രാപിക്കാതിരിക്കുന്നത്. എങ്ങനെയുണ്ട്? വർഷങ്ങളായിട്ട് സഭയ്ക്കകത്ത് വന്നിട്ട് ഇതുവരെ കൃപ പ്രാപിക്കാതെ സഭയ്ക്കകത്ത് ഒരു മൂല ചുരുണ്ടി നിന്നിട്ട് എന്തെങ്കിലും വരുമ്പോ ഇങ്ങനെ അട്ടയാടുന്ന പോലെ ആടുന്ന ചിലതുണ്ട്. ആമേൻ. പഴുതാറി ആടി വരുന്ന കണ്ടിട്ടുണ്ടോ? ഒരു കല്ലിന്റെ അടിയിൽ നിന്ന് അടുത്ത കല്ലിന്റെ അടിയിലേക്ക്. അങ്ങനെ ചിലപ്പോ ഈ കല്ല് മാറ്റാനായിട്ട് ഇങ്ങനെ ചിലർ വരുമ്പോഴത്തേനുമാണ് ചിലത് ഇങ്ങനെ ചാടി വരുന്നത്. ഇതുപോലെയുള്ളവരുണ്ട്. അവരൊക്കെ വർഷങ്ങളായിട്ട് അഭിഷേകം പ്രാപിച്ചിട്ടില്ല, അന്യഭാഷ കൃപാവരങ്ങൾ പ്രാപിച്ചിട്ടില്ല. അപ്പൊ എവിടെയെങ്കിലും വന്ന് ആത്മാവിൽ നടക്കുന്നവരെ ഒന്ന് കുത്തുമ്പോ ഭയങ്കര സുഖം. ഇതിൽ ഇന്നും മുൻപന്തിയിൽ നിൽക്കുന്നത് പാസ്റ്റർമാര് തന്നെയാണ്. എന്താ ഉദ്ദേശം? ഈ വചനമൊക്കെ കണ്ടിട്ടുണ്ടോ? ഞാൻ ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയുക, എന്നിട്ട് ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയാനാ വരുന്നു. കുഴപ്പമൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നു, നീ എത്ര നേരം അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു? നീ എത്ര നേരം അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു? ഹല്ലേലൂയ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു കേട്ടോ, ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ, ഇനി പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാര്യം അങ്ങനെ എല്ലാവരും പേടിച്ചൊന്നും ജീവിക്കണ്ടെന്നേ. നമുക്കൊരു ആയുസേ ഉള്ളൂ. നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കുക. ഇനിയിപ്പോ അതിന്റെ പേരിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കൊരു വിഷയവും ഈ ചുട്ട് കളയാനിരിക്കുന്ന ഭൂമിയിലല്ലേ ഇതൊക്കെ നടക്കുന്ന, സാരമില്ല. സ്വതന്ത്രം എന്നാന്നറിയാം, ഒരിക്കൽ ബൈബിൾ കോളേജില് സ്വതന്ത്രം ഞാൻ അവിടെ വർഷിപ്പ് ചെയ്യാനായിട്ട് എന്നെ വിളിച്ച സമയത്ത്, ഞാൻ ഈ വർഷിപ്പ് ചെയ്യാനായിട്ട് എന്നെ വിളിച്ചു എന്നുള്ള വിഷയം സ്വതന്ത്രം ഞാൻ എൻ്റെ ഹോസ്റ്റലിലുള്ളവരോടൊക്കെ കൂടെ ഉള്ള നേരത്തുള്ള സീനിയേഴ്സിനോടൊക്കെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, എൻ്റെ ബ്രദർ വർഷിപ്പ് ചെയ്യാൻ പോകണോ? ഞാൻ പറഞ്ഞു അതെ. അപ്പൊ എന്നോട് ചോദിച്ചു, എന്തിനാ പോകുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു വർഷിപ്പ് ചെയ്യാനാ പോകുന്നത്. അപ്പൊ പറഞ്ഞു, ബ്രദറിന്റെ അവിടുത്തെ കാര്യം അറിയാവോ? ഞാൻ പറഞ്ഞു ഇല്ല, എന്നാ വിഷയം എന്ന് പറഞ്ഞു. ബ്രദറെ, അവിടെ അന്യഭാഷയിലൊന്നും ആരാധന അനുവദിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ എന്നാ അവിടെ ചെയ്യുന്നു? അവിടെ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഒരു പാട്ട് പാടും, അതൊരു 2 ആവർത്തി മേളിലോട്ടും താഴോട്ടും പാടും, അത് കഴിഞ്ഞ് അങ്ങോട്ട് അവസാനിപ്പിക്കും. അപ്പൊ ഞാൻ ചോദിക്കുന്നു, പിന്നെ എന്തിനാ എന്നെ വിളിക്കുന്നത്? ഞാൻ അങ്ങനെ ആരാധിക്കുന്ന വ്യക്തിയല്ല, ഞാൻ അന്യഭാഷയിൽ ആരാധിക്കുന്ന വ്യക്തിയാ. ചുരുക്കി പറഞ്ഞ, ഞാൻ അവിടെ ചെന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ശക്തമായിട്ട് നടത്തി. ഞാൻ അന്യഭാഷ ശക്തമായിട്ട് കൈയടിച്ച് ആദ്യം പാട്ട് പാടി, ഇത് കഴിഞ്ഞിട്ട് അവസാനം അന്യഭാഷയുടെ സമയപ്പോൾ ഞാൻ മൈക്ക് വെച്ച് ശക്തമായിട്ട് കൈയടിച്ച് ആരാധിച്ച്. അപ്പൊ ആദ്യം നോക്കിയപ്പോൾ ആരാധിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ കീബോർഡ് വായിച്ചോണ്ടിരുന്ന ബ്രദർ എന്നെ സൂക്ഷ്മമായിട്ട് നോക്കുക. കാര്യം ഇതുവരെ ഇങ്ങനെ സംഭവം അവിടെ നടന്നിട്ടില്ല. അപ്പൊ അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ബ്രദർ പെട്ടെന്ന് കീബോർഡ് വായിച്ചിരുന്ന ബ്രദർ പെട്ടെന്ന് ഋതം ഓഫ് ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് പേടിയാണ്. അപ്പൊ ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിച്ചു, എന്താ ബ്രദറെ ഋതം ഓഫ് ആക്കിയെന്ന് ചോദിച്ചു. ശക്തമായിട്ട് ആരാധിക്കാനല്ല. അപ്പൊ അടുത്തൊരു പാട്ട് പാടി ശക്തമായിട്ട് ആരാധിക്കാൻ നേരത്തെ ഋതം പൊയ്ക്കൊണ്ടിരുന്ന് ഞാൻ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു. അന്യഭാഷയിൽ ശക്തമായിട്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ശ്രദ്ധിച്ചു, പ്രസ്ഥാനത്തിന്റെ മുകളിലിരിക്കുന്ന അങ്ങേര് അവിടെ പാട്ട് പാടാനായിട്ട് കയറി നിന്നപ്പോ അവരും ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പാട്ട് പാടി അന്യഭാഷയൊന്നുമില്ല, അനങ്ങാതെ നിൽക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ ഇങ്ങനെയല്ല സേവിക്കുന്നത്, ദൈവത്തെ സേവിക്കുന്നത്. കാര്യം അവിടെ വെച്ച് അന്യഭാഷയിൽ ഞാൻ ആരാധിക്കാനായിട്ട് ഇടയായി തീർന്നു. ഏതായാലും 1 വർഷം എന്നല്ല, 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേന് സ്ഥിതിഗതികൾക്കൊക്കെ മാറ്റം വന്നു. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഏലി പുരോഹിതരുന്ന് കരയുന്ന പോലെ അവിടെ ഇരുന്ന് സ്വതന്ത്രം പുറകെ ഇരുന്നോണ്ട് ചെറുതായിട്ട് അന്യഭാഷയിൽ ഇങ്ങനെ ആരും കാണാതെ കൈയടിക്കുന്നത്. എല്ലാവരും കണ്ണക്കടച്ച് ശക്തമായിട്ട് ആരാധിക്കും. ഇങ്ങനെ ആരും കാണാൻ എൻ്റെ ഉപദേശം എല്ലാം പൊടിയല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നത്. ഈ 5 വാക്കുമായിട്ട് ഇരിക്കുന്നവനൊക്കെ പിടി വീഴുന്ന ദിവസമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? 5 വാക്കുമായിട്ട് ഒത്തിരി പേരെ കൃപയിലിരിക്കുന്ന. പൗലോസ് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പൗലോസ് പറഞ്ഞതിന് കാരണം എന്നാ? കൊരിന്ത് സഭയ്ക്കകത്ത് അധാർമികത വളർന്നു കയറി ഇരിക്കുക. അവർക്ക് ഉപദേശം വേണ്ടേ? അതുകൊണ്ട് ഈ കാട്ടായം കാണിച്ചിട്ട് തോന്നിവാസം നടക്കുന്ന കൊരിന്തിനോട് പറയുക, ഞാൻ അങ്ങനെയാണ് നിന്നെ ഇരുത്താൻ, നിന്റെ ജീവിതത്തിൽ നിന്നെ സന്മാർഗം ഞാൻ ആദ്യം നിനക്ക് പഠിപ്പിച്ചു തരാം. ഇതാണ് പൗലോസ് പറഞ്ഞത്. അതുകൊണ്ടാണ് നീ അന്യഭാഷയിൽ പറഞ്ഞ് മുമ്പോട്ട് പോകേണ്ടത്. അന്യഭാഷ പറയുകയും അടുത്തത് വേറെ വൃത്തികെട്ട വഴിയിലേക്ക് പോവുകയും ചെയ്യുന്ന കൊരിന്ത്യരെ കണ്ടിട്ടാ പറഞ്ഞത്, നിങ്ങൾ ഇനി അന്യഭാഷയിൽ ഞാൻ ബുദ്ധി കൊണ്ട് 5 വാക്ക് ഞാൻ പഠിപ്പിക്കാം, ഞാൻ ഇനി 5 വാക്ക് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാം. ആ അർത്ഥത്തിൽ, ആ സഭയുടെ ഗതികേടിലാണ് പൗലോസ് എന്ന് പറഞ്ഞത്. നീ പറയുന്ന അർത്ഥമല്ല അതിന്. വായിച്ചേ വായിച്ചേ. എങ്കിലും സഭയിൽ 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ പഠിപ്പിക്കേണ്ടതിന്
ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയുവാൻ ഞാൻ പറയാം, മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതിന് നിനക്ക് ബുദ്ധി കൊണ്ട് 5 വാക്ക് നിനക്ക് പറയാം. അപ്പോൾ അവിടെ അഭിഷേകം പ്രാപിച്ചിരിക്കുന്നവന് വെളിപ്പാടുകളും ദർശനവും ലഭിക്കുവാൻ നീ 5 വാക്ക് കൊണ്ട് പോകുന്ന നീ റെഡി ആയിട്ട് വേണം നിൽക്കാനായിട്ട്. നീ വെളിപ്പാടിനും ദർശനത്തിനും പ്രവചനത്തിനും എതിര് സംസാരിച്ചുകൊണ്ട് 5 വാക്ക് മാത്രം മതിയെന്നും പറഞ്ഞുകൊണ്ട് ഒന്നിനും ഗുണമില്ലാത്ത കുറെ കാര്യം പഠിപ്പിച്ചുകൊണ്ട് നിന്നാൽ കാര്യങ്ങൾക്ക് നീക്കുപോക്കം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. ചിലര് ഇന്ന് കാണുന്ന കാര്യം ബൈബിൾ സ്റ്റഡി മാത്രമേ ഉള്ളൂ, അല്ലേ? ബൈബിൾ സ്റ്റഡി മാത്രം, ബൈബിൾ സ്റ്റഡി ആയിട്ടിരിക്കും. ഒരു അതേ പ്രസ്ഥാനത്തിന്റെ അകത്തൊരു അച്ഛൻ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദര, ഞങ്ങൾക്ക് ഇവിടെ ബൈബിൾ സ്റ്റഡി അല്ലാതെ ഒന്നുമില്ല, അത് മാത്രമുണ്ട്. ഞങ്ങൾ വീട്ടിൽ പ്രശ്നത്തിന്റെ മേൽ പ്രശ്നം കയറി നിൽക്കുക. കുടുംബത്തിന്റെ അകത്ത് പ്രശ്നം, ജോലിക്കകത്ത് പ്രശ്നം, സമൂഹത്തിൽ പ്രശ്നം, പല പ്രശ്നങ്ങൾ കയറി. ഇതിനൊന്നും മറുപടിയില്ല, ഇതിന് നീക്കുപോക്കില്ല. ഒരു ചോദ്യം, പ്രവാചകനെവിടെ? ബൈബിൾ സ്റ്റഡി നടത്തുന്നവരെ നിന്റെ സഭയിൽ പ്രവാചകൻ എന്തിയെ? ഇല്ല, ഞങ്ങൾ പ്രവാചകനെ കൊന്നു, അല്ലേ? പലരുടെയും പ്രസംഗം കൊണ്ട് അനേക പ്രവാചകന്മാരെ കൊന്നിട്ടേക്കുക. അവരുടെ രക്തം കയ്യിലുണ്ട്. എന്നാ ബുദ്ധി കൊണ്ട് 5 വാക്ക് പഠിപ്പിക്കുന്ന ബൈബിൾ സ്റ്റഡികളാണ് ഇന്ന് ആകെ ഉള്ളത്. അവിടെ ഒതുക്കി. ഇതാണ് ഇന്ന് അനേക സഭകളുടെ നടന്ന കാര്യം. പ്രവാചകനെന്തിയെ? വെളിപ്പാടുള്ളവനെന്തിയെ? ദർശന പ്രാപിച്ചവനെന്തിയെ? ഇതെല്ലാം ഞാനാ. അതാണ് അടുത്ത പരിപാടി. ഇതെല്ലാം ഞാനാ. 1 man ഷോ ആണ്, അല്ലേ? 1 man ആർമിയാണ്, അല്ലെ? ഒറ്റയാൾ പട്ടാളമാണ്. ഞാനാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരിച പിടിക്കുന്നവൻ ഞാൻ, വാള് പിടിക്കുന്നവൻ ഞാൻ, രഥം ഓടിക്കുന്നവൻ ഞാൻ, കുന്ത എറിയുന്നവൻ ഞാൻ. തെറ്റി വീഴുന്നവനും നീ തന്നെയായിരിക്കും. ഹല്ലേലൂയ. ഇത് പറയാതെ പറ്റത്തില്ല. കാര്യം കർത്താവിന്റെ വാതിൽക്കലായിരിക്കുകയാണ്. ഇത് ചില ദേവദാസന്മാർ രീതി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പ്രസംഗിച്ചപ്പോൾ ഇവിടെ എല്ലാവരും ഞങ്ങൾ പൊതുവായിട്ടൊരു നിരോധന മേഖലയാണ് ഈ വചനങ്ങളെല്ലാം. അത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിരോധിച്ചങ്ങ് ഇട്ടിരിക്കുക. നീ നിരോധിച്ചാലും ദൈവം വിളിച്ചാക്കുന്നവൻ നിരോധിക്കത്തില്ല. അതിനെ മനസ്സിലാകുന്നുണ്ടോ? ദൈവപ്രവൃത്തി വെളിപ്പെടും. ആമേൻ. ഇന്ന് പകന്നേരം നമ്മൾ മനസ്സിലാക്കണം, സ്തോത്രം, ദൈവത്തിന്റെ അഭിഷേകം നമ്മളിൽ വന്നാൽ ദൈവം പ്രതീക്ഷിക്കുന്ന വിധത്തിലൂടെ നമ്മൾ സ്റ്റെപ്പ് വെച്ചേ മതിയാകത്തുള്ളൂ. വായിച്ച ഭാഗം തീർക്കാം. കണ്ടോ? ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്. കണ്ടോ? ബുദ്ധിയിൽ മുതിർന്നവരാകുവിൻ. അടുത്തത് സംസാരിക്കും എങ്കിലും ശ്രദ്ധിക്കണം. ഇതൊക്കെ ഈ അഭിഷേകത്തോട് എതിർക്കുന്നവരും കൃപാവരങ്ങളോട് എതിർക്കുന്നവരൊക്കെ എടുത്ത് തലേ ചുമന്നു നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അവര് പറയുന്ന കാര്യം എന്താണ്? ഞാൻ ഇതൊക്കെ അന്യഭാഷയിലൊക്കെ പ്രാപിച്ചതാണ്. ഇതിലൊന്നും കാര്യമില്ല. നേടാ, നീ അഭിഷേകത്തിൽ നീ എത്ര നാൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു? ഇതിന്റെ നിനക്ക് ദർശന വെളിപ്പാടോ ഉണ്ടോ? ഇനി അത് തിരിച്ചറിയണം. ഇതൊന്നും ഇല്ലാതെയാണ് വ്യാഖ്യാനിക്കുന്നതെങ്കിൽ നിന്റെ ആത്മാക്കൾ, നീ ഇപ്പൊ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞു, നിന്റെ എത്ര വിശ്വാസികൾ പ്രവചിക്കുന്നു? നിന്റെ ഉപദേശം കേട്ട് എത്ര പേര് വെളിപ്പാടും ദർശനത്തിൽ വളരെ വളരുന്നു, ഉപദേശത്തിൽ നിലനിൽക്കുന്നു? എത്ര പോക്സോ കേസുണ്ട് സഭയ്ക്കകത്ത് ഇപ്പോ? ഡൈവേഴ്സ്, പോക്സോ, ഇതൊക്കെയാണ് ഇന്ന് എഴുതി വലിയ പണ്ടത്തെ സമുദായം അല്ലേ? പണ്ട് എന്റെ കാര്യം പറയും, ബ്രിട്ടീഷുകാരൊക്കെ വന്ന് ഇവിടെ തുടങ്ങിയ പള്ളിയിൽ അതിന്റെ പഴയ ഫലകങ്ങളൊക്കെ ഇവിടെ ഭിത്തികൾ ഒട്ടിച്ചു വെക്കും. ഇന്ന പോർഷൻ, ഇന്ന ഇംഗ്ലണ്ടിലുള്ള ഇന്ന മദാമ, ഇന്ന സായിപ്പ് അത് സ്പോൺസർ ചെയ്തിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഓരോ ഭാഗങ്ങളുണ്ട്. ഇന്ന് അതൊക്കെ അന്ന് പുരാതനമാണ്. അവരുടെ ഓഫറിങ്ങുകളെല്ലാം എഴുതിയിരിക്കുന്നത്. ഇന്നത്തെ പല സഭകളുടെ അകത്ത് ഒരു വലിയ ഫലകം എഴുതി വെക്കണം. എത്ര എണ്ണം പോക്സോ കേസ്, ഡൈവോഴ്സ് കേസ്, ലൈനടി കേസ്, അവിടെ ഇവിടെ പാസ്റ്റർക്ക് കേസ്, ഇതൊക്കെ കിടക്കുന്ന എത്ര എണ്ണം ഉണ്ടെന്ന്. ചില കേസുകൾ ഒന്നാം കുടിയിലെ കുഞ്ഞുങ്ങൾ, രണ്ടാം കുടിയിലെ കുഞ്ഞുങ്ങൾ, ഇതെല്ലാം കൂടെ കൂട്ടി 4-ാം കുടിയിലെ സഭയിലേക്ക് അങ്ങോട്ട് ചെല്ലും. സഭയ്ക്കകത്ത് ഇത്രത്തോളമുള്ള മലിനതകൾ വർദ്ധിച്ചതിന് കാരണം എന്താണ്? പ്രവാചകന്മാരെന്തിയെ? അശുദ്ധികൾ നിറഞ്ഞ കാര്യങ്ങൾ സഭയ്ക്കകത്ത് നിറയുന്നു. പ്രവാചകന്മാരെന്തിയെ? പ്രവചിക്കുന്നവരെന്തിയെ? ഇന്ന് പ്രവാചകന്മാരില്ല, അപ്പോസ്തലന്മാരില്ല, ആകെ ഒരു പാസ്റ്ററേ ഉള്ളൂ. അങ്ങേരാണെങ്കിൽ വടിയും കുത്തിപ്പിടിച്ച് ഒടിയാറായി അവസ്ഥ നിൽക്കുന്നത്.
കാര്യം എന്നാണെന്നറിയാവോ? പ്രവാചകന്മാരെ അപ്പോസ്തലന്മാരെ ഒന്നും അനുവദിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെ സഭ പൊക്കോണ്ടായിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ അകത്ത് ജീർണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോസ്തലൻ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ അപ്പോസ്തലൻ കൈകാര്യം ചെയ്യുവാനായിട്ട് അനുവദിച്ചിട്ടില്ല. പ്രവാചകൻ കൈകാര്യം ചെയ്യേണ്ട മേഖലകളെ പ്രവാചകന് വിട്ടുകൊടുത്തിട്ടില്ല. ഈ എല്ലാ ആടുകളും എൻ്റെ, ഞാൻ പാല് കുടിച്ചോളാം, ഇവിടെ ഒരുത്തരും ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ പ്രാർത്ഥിച്ച് നടത്തിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സാത്താൻ പറയും, ശരിയാ, നിന്റെ തീരുമാനത്തിൽ ഞാനും ഒത്തു, നമുക്ക് പണി ഒരുമിച്ച് അങ്ങ് തുടങ്ങിയേക്കാം. മനസ്സിലാകുന്നുണ്ടോ? തലമുറകളെല്ലാം മയക്കുമരുന്നിന്റെ പുറകെ, ദുർനടപ്പിന്റെ നിറ, പുതിയ ഒറ്റ തലമുറയുടെ മേൽ അഭിഷേകമില്ല. ആകെ ഒരു ഇംഗ്ലീഷ് പാട്ട്, ഒരു ഹിന്ദി പാട്ടുമായിട്ട് നിൽക്കുന്ന കുറെ പിള്ളേരല്ലാതെ ഒരെണ്ണത്തിൽ അഭിഷേകമില്ല. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. മനസ്സിലാക്കണം, ഈ അഭിഷേകത്തിന്റെ നിറവില്ലാതെ നിന്നാൽ സ്തോത്രം ഇതിന് വളരെ വില കൊടുക്കേണ്ടി വരും. ഞാൻ വീണ്ടും പറയുന്നു, സഭകളുടെ അകത്ത്, പെന്തക്കോസ്തിന്റെ അകത്ത് യഥാർത്ഥ കൃപ പ്രാപിച്ചവർ സൂക്ഷ്മ ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ. മനസ്സിലാക്കണം. സ്തോത്രം. വർഷങ്ങളായിട്ട് കേൾക്കുന്നതാണ്, കാകളെന്നൊരിക്കും വലിയൊരു ജനം ഇവിടുന്ന് മാറ്റപ്പെടുമെന്നൊക്കെ. ആശിക്കാൻ സഹോദരങ്ങളെ, അല്ലെങ്കിൽ ഒരു തലമുറയിൽ ഒരു കുടുംബത്തിൽ സ്തോത്രം നോഹയോടുകൂടെ ആകെ 7 പേരാണ്, നോഹ ഉൾപ്പെടെ 8 പേരും മാത്രമാ ആ തലമുറയിൽ രക്ഷ പ്രാപിച്ചിട്ടുള്ളൂ. വേറെ ആരും കണ്ടിട്ടില്ല രക്ഷ. സൂക്ഷ്മ ന്യൂനപക്ഷം. കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം സ്വർഗം നമ്മളെ സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ കൃപ ഈ വചനങ്ങളോടുകൂടെ നിങ്ങളോടുകൂടെ വസിക്കുമാറാകട്ടെ. പ്രവചിക്കുവാൻ, ആത്മാവിൽ പ്രാപിച്ച് മുന്നേറുവാൻ, കൃപാവരങ്ങളോട് എതിർപ്പില്ലാതെ കർത്താവിന്റെ വചനത്തിന് കീഴ്പ്പെടുന്നവരായി തീരുവാൻ സ്വർഗം നമ്മളെ ഓരോരുത്തരും സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളെ സ്വർഗം അനുഗ്രഹിച്ച് നിങ്ങളെ വഴി നടത്തുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ നേരം നമ്മൾ കേട്ട വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും നമുക്കൊന്ന് സമർപ്പിക്കാം. കർത്താവേ,